നന്ദി കർത്താവെ, ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെയും കുടുംബത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ കഴിയും. എൻ്റെ കൂടെ പറഞ്ഞാട്: യേശു കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദം ഇല്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാം കഴിയും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുന്ന സമയമാണ്. ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്നല്ലോ. ദൈവാത്മാവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. തുടർച്ചയായിട്ട് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം ധ്യാനിച്ചു വരികയാണല്ലോ. മർക്കോസ് ലീഹായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 23 വാക്യങ്ങൾ പരിചിതമായ വാക്യമാണെങ്കിൽ എടുക്കാം. അവിടെ കർത്താവ് പ്രാർത്ഥനയെപ്പറ്റി പറയുന്ന വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രാർത്ഥന, എന്താണ് വിശ്വാസം എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പായിട്ട് കർത്താവ് നമുക്കറിയാൻ പറ്റും, അവിടെ ഒരു അത്തിവൃക്ഷത്തെ വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു എന്ന് വചനത്തിൽ കാണാൻ പറ്റും. ആമേൻ. അപ്പോൾ അത്തിവൃക്ഷം, കർത്താവ് വിശന്ന് അത്തിവൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അതിന് ഫലമില്ല. അപ്പോൾ അതിനെ ശപിച്ചപ്പോൾ സന്ധ്യ ആയപ്പോൾ നഗരം വിട്ടു പോകുമ്പോൾ രാവിലെ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോകുന്നത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. ഇത് വലിയൊരു അതിശയമാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. അതിൽ ഫലമില്ലാതെ കണ്ടപ്പോൾ യേശു അതിനെ ശപിച്ചപ്പോൾ ആ ശാപനിമിത്തം ആ വാക്കുകൊണ്ട് നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അടുത്ത യേശു പറയുകയാണ്, അവർക്കൊരു അതിശയം തന്നപ്പോൾ യേശു പറയാണ്, യേശു അവരോട് പറയും, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ആമേൻ. അപ്പൊ ദൈവത്തിൽ വിശ്വാസമുള്ളവർ, ദൈവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാക്ഷാൽ സൃഷ്ടാവ്. ദൈവത്തെ പറ്റിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, കർത്താവേ, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഏതെങ്കിലും ചിന്തകൾ, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത, ദൈവത്തിന് ഹിതമല്ലാത്ത വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഏതെങ്കിലും തീരുമാനങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്നിൽ നിന്നും കർത്താവെ നീക്കണമേ. ദൈവഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് ദിവസവും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ബന്ധങ്ങൾ, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത വാക്കുകൾ, പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അത് ദൈവത്തെ ദുഃഖിപ്പിക്കും. നമുക്ക് സ്വയമായിട്ടത് മാറ്റാൻ കഴിയത്തില്ല. പകരം ദൈവസന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ്, എനിക്കത് വേണ്ട, ദൈവഹിതമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട എന്നൊരു പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. ഒന്ന്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. അടുത്ത വാക്യത്തിൽ പറഞ്ഞ, ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. അപ്പം മുകളിലത്തെ ഒരു സാഹചര്യം നമുക്കറിയാൻ പറ്റും. അത്തി ഉണങ്ങിപ്പോയ അത്തിവൃക്ഷത്തെ പറ്റി അതിനെ കണക്ട് ചെയ്ത് കർത്താവ് പിന്നെ പറഞ്ഞു വരികയാണ്. ഒന്ന്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. രണ്ട്, ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പം ആരെയാണ്? ദൈവത്തെ സംശയിക്കാതെ. നമ്മൾ ഓർക്കും പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ നടക്കുവോ ഇല്ലയോ എന്നൊരു സംശയമല്ല, പകരം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ പറയുന്നു, ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ
താൻ പറയുന്നത് സംഭവിക്കും. കാരണം ദൈവത്തിൽ വിശ്വാസമുള്ള വ്യക്തികൾ പറയുന്നത് സംഭവിച്ചും എന്നീ മലയോട് നീങ്ങി ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം, അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കണം, യാചിക്കാൻ നല്ല ഫോർ യാസ്ക് എന്ന് കൊടുത്തില്ല, നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അതുണ്ടാകും. അടുത്ത വാക്യത്തിൽ പറയും, നിങ്ങളോ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾ ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ ക്ഷമിപ്പിൻ. നോക്കിയേ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ, എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ. വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ചെറുതെന്ന് പറയുന്ന പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ വളരെ 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 വിലപ്പെട്ടതാണ്. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പം സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. കണ്ടോ? വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും. കണ്ടോ? അവിടെ ജീവിക്കുമ്പോഴെന്നല്ല പറഞ്ഞേക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ. തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വാക്യത്തിൽ പറയും, നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഇവിടെ ശ്രദ്ധിച്ചോണേ. അപ്പൊ നമുക്ക് മറ്റു വ്യക്തിയോട്, നമുക്കറിയാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ജഡത്തിന്റെ പ്രവൃത്തിയും ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി ഇവിടെ പറയുന്നത് കാണാൻ പറ്റും. ജഡത്തിന്റെ പ്രവൃത്തിയോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമ, വിഗ്രഹാരാധന, പക, പിണക്കം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം എന്നിങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റി ജഡത്തിന്റെ പ്രവൃത്തികളെ പറയുന്നത് അവിടെ കേൾക്കാൻ പറ്റും അല്ലേ? നോക്കിക്കേ, ജഡത്തിന്റെ പ്രവൃത്തിയോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമ, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിപ്പെട്ടു. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അപ്പൊ ഇത് നമ്മളിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമുക്ക് പകയും അസൂയയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം ആദ്യം നമ്മൾ എനിക്കൊരു വ്യക്തിയോട് ഭയങ്കര കുശുമ്പ് തോന്നുക, അസൂയ തോന്നുക, പിണക്കം തോന്നുക, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണെന്ന് പറ. ആമേൻ. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നമ്മൾ മറ്റൊരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുന്നവരാകണം. വിശ്വാസ ജീവിതം ക്ഷമിക്കുന്നവരുടെ ജീവിതമാണ്. ആമേൻ. വിശ്വാസ ജീവിതം, നമ്മളൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നമുക്കൊരു പക, ഒരു വ്യക്തിയോട് ഭയങ്കര പകയാണ്. ബ്രദർ, എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, എനിക്ക് ആ വ്യക്തിയോട് ബ്രദർ എനിക്ക് നിരപ്പാകാൻ കഴിയത്തില്ല, എനിക്ക് ആ വ്യക്തിയെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര വൈരാഗ്യമാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാവോ? പിതാവായ ദൈവത്തിന് നിങ്ങളോട് എന്തു തോന്നുന്നില്ല? ആമേൻ. പ്രവർത്തിക്കുവാൻ തോന്നുന്നില്ല. യേശുക്രിസ്തു ആദ്യം പ്രാർത്ഥനയിൽ പറഞ്ഞ വാക്ക് കണ്ടോ? ഒന്ന്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. നോക്കിക്കേ, ദൈവത്തിൽ വിശ്വാസം. അപ്പൊ ദൈവത്തിന്റെ ഒരു സ്വഭാവം, ദൈവം സ്നേഹമാണ്. യോഹന്നാൻ ശ്രീയുടെ സുവിശേഷത്തിൽ പറഞ്ഞ ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവം സ്നേഹമാണ്. അപ്പൊ ദൈവത്തിന്റെ കൂട്ടുകാരനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ക്ഷമിക്കുക. നമുക്ക് ദേഷ്യം വരത്തില്ലേ? വരും. നമുക്ക് മനസ്സിൻ്റെ അകത്ത് അസൂയ, പിണക്കം, ശാഠ്യം ഇതൊക്കെ നമ്മളിൽ വരുമ്പം എപ്പോഴും മനസ്സിലാക്കിയോണേ, കർത്താവേ, ഈ ജഡീക സ്വഭാവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള വ്യക്തിയാക്കി എന്നെ തീർക്കണം. അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചെറുതല്ല വിശ്വാസ ജീവിതത്തിൽ. ആമേൻ. ഇവിടെ നോക്കിക്കേ,
ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പൊ ആദ്യം പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കണം, ഹൃദയത്തിൽ സംശയിക്കരുത്. അപ്പൊ ദൈവത്തിലുള്ള വിശ്വാസം, ഹൃദയത്തിലുള്ള സംശയം, രണ്ട് കാര്യമാണ്. ദൈവത്തിലുള്ള വിശ്വാസം, ഹൃദയത്തിലുള്ള സംശയം. അപ്പൊ ദൈവത്തിലുള്ള വിശ്വാസവും ഹൃദയത്തിലുള്ള സംശയം തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. പകരം ദൈവത്തിലുള്ള വിശ്വാസം ഹൃദയത്തിലെ വിശ്വാസമായി മാറണം. ഇവിടെ ഒരു ബന്ധമാണ് ഇതുണ്ടാകുന്നത്. മനസ്സിലായോ? നമ്മൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓടി വന്ന് ഉണ്ടാകുന്നതാണോ? അല്ല, ഒരു ബന്ധമാണ്. അതാണ് നമുക്ക് എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഇപ്പം ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു 2 വർഷത്തിന് മേളിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ടോ? ഏറ്റവും കുറഞ്ഞത് 2 വർഷത്തിന് മുകളിൽ, 2 വർഷത്തിന് മുകളിൽ ഉണ്ട്. ഉണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു നിങ്ങൾക്കൊരു എന്താ പറയുക, ആ വ്യക്തിയോട് അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ സംസാരിക്കാൻ നമുക്ക് ആദ്യം തുടങ്ങിയ സമയത്ത്, പ്രത്യേകിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച സമയത്ത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് ഈ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ്, ഈ വ്യക്തി എങ്ങനെ പെരുമാറും, ദേഷ്യക്കാരനാണോ അതോ സങ്കടപ്പെടുന്ന ആളാണോ, സമാധാനപ്രിയനാണോ എന്നൊന്നും പരസ്പരം നമുക്ക് അറിയത്തില്ല, അല്ലേ? ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞ്, ഒരു 3 വർഷം കഴിഞ്ഞ്, ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും 2 വർഷം മതി, ചിലപ്പോൾ അതിനുള്ളിൽ മനസ്സിലാക്കാം, അല്ലേ? നമുക്ക് ആ വ്യക്തികൾ പരസ്പരം സ്വഭാവങ്ങൾ തമ്മിലൊരു ബന്ധം വന്നല്ലേ. അച്ഛൻ എപ്പോൾ ദേഷ്യപ്പെടുമെന്നും, അല്ലെങ്കിൽ ഭാര്യ എപ്പോൾ ദേഷ്യപ്പെടുമെന്നും, ഭർത്താവ് എപ്പോൾ ദേഷ്യപ്പെടുമെന്നും, എന്തൊക്കെയാണ് ഇഷ്ടങ്ങളെന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു പരസ്പര സ്നേഹമുണ്ട്. ഈ സ്നേഹത്തിൻ്റെ അകത്തുണ്ടാകുന്ന വിശ്വാസം, ഇതുണ്ടാകുവാൻ ഒരു ടൈം എടുത്തല്ലേ? പരസ്പരം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയം. ദൈവം ആരാന്നും ഞാൻ ആരാന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്നാന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ദൈവം എന്നെ കൈവിടുന്ന ദൈവമല്ല. വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ദൈവം യഹോവ നല്ലവൻ നമ്മൾ രുചിച്ചറിയണം. ഒന്ന്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം, ഞാനിങ്ങനെ എല്ലാ ദിവസവും മറ്റുള്ളവരുമായിട്ട് തമ്മിൽ തല്ലിയും ഇവരുടെയും കുറ്റവും പറഞ്ഞും കുശുമ്പും ഉണ്ടാക്കിയും അവിടെ ഇവിടെ എല്ലാം പോയി നടന്നുകൊണ്ട് അതും ഇതുമൊക്കെ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഭാര്യയോടും ഭർത്താവോടും ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾ പരസ്പരം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പരസ്പരം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇല്ല. ഭർത്താവ് ഇപ്പം അല്ലെങ്കിൽ ഭാര്യ ഇപ്പം ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് തുടർച്ചയായി അത് ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ എന്തുണ്ടാവും? ഇടർച്ചകൾ ഉണ്ടാവും. കണ്ടോ? ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ കലഹങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ആദ്യം എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം ക്ഷമിക്കുക എന്നുള്ളതാണ്. ആദ്യത്തേത് ക്ഷമയല്ല, ക്ഷമിക്കണം, സ്നേഹമാണ്. രണ്ടാമത് ക്ഷമയാണ്. അപ്പോൾ ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ആദ്യം ഓർത്തോണം, ഹൃദയത്തിൽ കയ്പുമായിട്ടിരിക്കരുത്. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അനുഗ്രഹിച്ച്, എൻ്റെ കർത്താവേ, അവരെൻ്റെ വിഷയമല്ല, എനിക്കറിയാം എന്നെ ഒത്തിരി വേദനിപ്പിച്ച വ്യക്തിയായിരിക്കാം, എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ച വ്യക്തിയായിരിക്കാം. ഓ ജീസസ്. ഇപ്പൊ ഞാൻ പണ്ട് തിരുവല്ലയിൽ പ്രാവിൻകൂട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തിരുവല്ലക്കാർക്ക് അറിയായിരിക്കും. പ്രാവിൻകൂട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സഹോദരിയെ, എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആ വ്യക്തിയുടെ തലേ കൈവച്ച് പറയാൻ നിർബന്ധം പറയും, നീ ഫലം കായ്ക്കും. അപ്പൊ ഞാൻ വീണ്ടും ആ സഹോദരന്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചും പുറകോട്ട് പോയി. പിന്നെ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുക, ആ മകളുടെ തലേ കൈവച്ച് പിന്നെയും പറയുക, നിന്നെ തള്ളിപ്പറഞ്ഞവർ, നീ ഫലമില്ലാത്തവളെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഉദരഫലത്തെ തന്ന് തമ്പുരാൻ മാനിക്കും. ഇത് പറഞ്ഞതോടെ ആ സഹോദരി പൊട്ടിക്കരയാൻ തുടങ്ങി. കുറേ വാക്കുകൾ ആ സമയത്ത് പറഞ്ഞ ഇടയായി തീർന്നു. സഹോദരി പറയുക, സ്വന്തം ഭവനത്തിൽ അമ്മായിമ്മ എന്നെ തലമുറയില്ലാത്തതിൻ്റെ പേരിൽ കുത്തുവാക്കുകൾ, ഈ പറഞ്ഞ അതേ വാചകങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. കുറേ വാചകങ്ങൾ. അപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു ബ്രദറിലൂടെ പരിശുദ്ധാത്മാവ് ആ മകളെ ഉറപ്പിക്കുക. കണ്ണുനീര് കൊണ്ട് മകൾ ഇങ്ങനെ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അവർ കാണുക ദൈവം നമുക്ക് നന്മ തരും. അവർ നമ്മുടെ വിഷയമല്ല, പകരം ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുക.
ദൈവം പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ഞാൻ നിന്നെ ഫലം കായ്ക്കുന്ന വ്യക്തിയാക്കും. ആമേൻ. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം വിശ്വാസമാണ്. ശ്രദ്ധിച്ച്, ദൈവവുമായിട്ടുള്ള ബന്ധം, നമുക്കെപ്പോഴും ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മൾ പഠിക്കണം. എൻ്റെ ദൈവം ആരാണ്, എങ്ങനെയുള്ള ദൈവമാണ്. പലരോടും ചോദിച്ചാൽ പലരും പറയും ദൈവം ചില സമയത്ത് അങ്ങനെയാണ്, ചിലപ്പോൾ ദൈവം നമ്മുടെ അങ്ങനെ വരും. അല്ല, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ ദൈവം ഇങ്ങനെയാണ്. പണ്ട് പി ജി വർഗീസ് ഒരു വാക്ക് പറഞ്ഞ പോലെ, എനിക്ക് അങ്ങനത്തെ ഒരു ദൈവത്തെ അറിയത്തില്ല. തൻ്റെ ഒരു കൂട്ടുദൈവദാസൻ വന്നപ്പോഴേക്ക് അദ്ദേഹം രോഗത്താൽ ഭാരപ്പെട്ട് മരണക്കിടക്കയിലായ സമയത്ത് അദ്ദേഹം ദൈവസന്നിധി പറഞ്ഞു, കർത്താവേ, എൻ്റെ മുമ്പിലേക്ക് ഈ ദൈവദാസനെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ കൊല്ലുന്നൊരു ദൈവത്തെ എനിക്ക് അറിയത്തില്ല. കണ്ടോ, എനിക്ക് ആ വാക്ക് വളരെ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആ ഒരു വാക്ക് ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് അറിയത്തില്ല. ഏതാ? എൻ്റെ മുമ്പിൽ ഒരാളെ നശിപ്പിക്കുന്ന, തകർക്കുന്ന അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് അറിയത്തില്ല. അപ്പൊ വചനം നോക്കി, നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങൾ വരുന്നത് ഈ ബന്ധത്തിൻ്റെ വിള്ളലുകൾ ഉണ്ടാകുമ്പോഴാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പുറത്തോട്ടിറങ്ങുമ്പം ഭാര്യ കുറച്ചു നേരം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭർത്താവിന് ടെൻഷൻ വരത്തില്ല. കാരണം ഭർത്താവിനും ഭാര്യയ്ക്കും അറിയാം കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ വരും. ഈ സംശയമുള്ളപ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? കലഹങ്ങൾ ഉണ്ടാകുന്നത്. ഈ സംശയം എപ്പോഴാണ് ഉണ്ടാകുന്നറിയാം? ബന്ധത്തിൻ്റെ അകത്ത് വിള്ളൽ ഉണ്ടാകുമ്പോൾ. ഈ ബന്ധം വർദ്ധിപ്പിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം പഠിക്കണം. എൻ്റെ ദൈവം എങ്ങനെയാണ് എന്നോട് പെരുമാറും? പലർക്കും ഒരു ടെൻഷൻ ഉണ്ടല്ലേ, ദൈവം എനിക്ക് ദോഷം ചെയ്യുമോ? വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. കണ്ടോ, വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ. പിന്നെ അർത്ഥം എന്തുവാ? ദൈവം എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു മല കൊണ്ടുവച്ചാൽ, ദൈവമല്ല, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മല പോലത്തെ വിഷയം വന്നാൽ അതിനെ തള്ളിക്കളയുവാൻ ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് മതി. അപ്പൊ എൻ്റെ ദൈവം എനിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് മല വെക്കുന്ന ദൈവമാണോ? അല്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ മലകളെ കൊണ്ടുവെക്കുന്ന ദൈവമല്ല, പകരം മലകളെ മാറ്റുന്ന വിശ്വാസം എന്ന ദൈവമാണെന്ന് പറ. എന്നാൽ പലപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ദൈവമാണ് ഈ വിഷയങ്ങളെല്ലാം കൊണ്ടുവെക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശുക്രിസ്തു ഒരിക്കലും പറയത്തില്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയോട് നീങ്ങി ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും പറഞ്ഞിട്ട് പറയുന്നു, ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മലയോട്. അപ്പം മലകൾ ഒരിക്കലും ദൈവം കൊണ്ടുവെക്കുന്നതല്ല. മലയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലെ തടസ്സമാണ്. നമ്മൾ പറയത്തില്ലേ, സെരുബ്ബാബേലിന്റെ മുമ്പിലിരിക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായിത്തീരും. ആമേൻ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് ഒരു ദൈവം തന്നതല്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ പ്രശ്നങ്ങൾ ദൈവം തന്നതല്ലെന്ന് പറ. അപ്പൊ ദൈവം എന്താ നമുക്ക് തന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പറ, കേട്ടത് വെച്ച് പറ. അല്ല, ഈ വചനം കേട്ടത് വെച്ച് പറ. വചനം കേട്ടത് വെച്ച് പറ. ആ മലകളെ നീക്കുന്ന വിശ്വാസം എനിക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ദൈവം മല തരുന്ന ദൈവമല്ല, മലകളെ നീക്കുന്ന വിശ്വാസം തന്ന ദൈവമാണ്. നമ്മൾ പലപ്പോഴും ഓർത്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ദൈവം തന്നതാന്ന്. അല്ല, എപ്പോഴും ചിലർ പറയും ദൈവം അറിയാതെ അല്ലല്ലോ എന്ന് പറയും. അപ്പൊ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെല്ലാം കൊണ്ടിടുന്നത് ദൈവമാണ്, ദൈവം അറിഞ്ഞോണ്ടാണെന്നാണ്. അല്ല, ദൈവം ഒരിക്കലും നിങ്ങൾക്ക് ദോഷങ്ങളാൽ അവൻ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഒരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് ദൈവം അറിഞ്ഞോണ്ടാണ് എനിക്ക് പ്രതിസന്ധി വന്നെന്ന് പറയാതെ, പകരം ദൈവം എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിനെ നീക്കുവാനുള്ള, ഈ മലയെ നീക്കുക. നോക്കി, ഇവിടെ വാക്ക് ശ്രദ്ധിച്ച് നോക്കി. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ ആര് പറയും? ദൈവം പറയണോ അതോ ഞാൻ പറയണോ? ഞാൻ പറയണം. കണ്ടോ, അപ്പൊ ദൈവം അറിയാതെ അല്ല, ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ദൈവം ഉന്തി മാറ്റുന്നില്ല. പകരം
പകരം നമുക്ക് ദൈവം അതിനെ ഉന്തി മാറ്റാനുള്ള ഒരു വിശ്വാസം തന്നു. ഈ വിശ്വാസം എങ്ങനെയാ വരുന്നറിയോ? ബന്ധത്തിന്റെ അകത്തുനിന്നാ. ഇപ്പൊ ദൈവത്തെ പറ്റി എന്റെ അറിവെന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം, ആൾക്കാരുടെ മനസ്സിൽ ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രശ്നം വീട്ടിനകത്തുണ്ടായി, നമ്മൾ ഉടനെ പറയും ഇത് ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ, ദൈവം അറിയാതെ അല്ലല്ലോ. നമ്മൾ ദൈവം അറിഞ്ഞുകൊണ്ടെന്ന് പറയാതെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പറയും ദൈവം അറിയാതെ അല്ലല്ലോ ഈ വിഷയം വന്നത്. കണ്ടോ? അപ്പൊ വിഷയം എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ട് തന്നിട്ട് ആ ബുദ്ധിമുട്ടിന്റെ അകത്ത് നമ്മൾ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വിശ്വാസം തന്നിട്ടുണ്ട്. എന്നാൽ ഈ വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ മറ്റു ചില മാനദണ്ഡങ്ങളുണ്ട്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. കണ്ടോ? ക്ഷമിക്കണം. തെറ്റുപറ്റിയാൽ ഒരാളോട് നമ്മൾ വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നാൽ, പക വെച്ചുകൊണ്ടിരുന്നാൽ, ദേഷ്യം വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ പ്രാർത്ഥനയെ ബാധിക്കും. ഞാൻ പറയുന്നതല്ല, യേശു ക്രിസ്തു നേരിട്ട് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ. കണ്ടോ? പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ വല്ലതും ഉണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോണേ, അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, അത് നിങ്ങൾക്ക് ഉണ്ടായി വരും. കണ്ടോ? അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്കകത്തൊരത്ഭുതം ഉണ്ടായി വരും. ശ്രദ്ധിച്ചോണം, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എപ്പോഴും ഓർത്തോണം, നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം, ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദി ദൈവമല്ല. ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു പ്രശ്നം വന്നാൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ആ പ്രശ്നത്തിന്റെ ഉത്തരവാദി ദൈവമല്ല. പിന്നെ എന്താ ചോദ്യം? കർത്താവ്, എന്താ ഇത് മാറാത്തത്? ഒന്ന്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണേ. കർത്താവ്, ഏതെങ്കിലും രീതിയിൽ ആരോടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഒരു വൈരാഗ്യമോ പകയോ എനിക്ക് അറിഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറ. അറിയാതെ ഉണ്ടെങ്കിൽ ക്ഷമ പറ. കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലും വ്യക്തിക്ക് ഞാൻ നിമിത്തം ഒരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ഞാൻ നിമിത്തം ആ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിൽ പരിശുദ്ധാത്മാവി ഒരു ദുഃഖമുണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. എന്നിട്ട് വീണ്ടും വൈരാഗ്യത്തിന് പോകാതെ ആ ജഡ സ്വഭാവം പൊങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവി എനിക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവി എനിക്ക് ആ വ്യക്തിയോട് നിരപ്പാകാൻ പറ്റുന്നില്ല, എൻ്റെ ഈ സ്വഭാവത്തെ അങ്ങ് പണിതെടുക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചു ധൈര്യമായിട്ട്. ശ്രദ്ധിച്ചോണം, ഈ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ബന്ധമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ പടകിലിരിക്കുന്ന സമയത്ത് യേശു വെള്ളത്തിലൂടെ നടന്നു വന്നപ്പോൾ ഒറ്റ ചോദ്യം, കർത്താവേ, നീ ആണെങ്കിൽ എന്നോട് വരിക എന്ന് കൽപ്പിച്ചു. അതിനു മുമ്പ് ഒരു ഭൂതം എന്നാണ് പറഞ്ഞത്. ഭൂതം യേശുവിനെ കണ്ട ഉടനെ പറയും ഭൂതം വരുന്നു പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു ഭൂതമല്ല, ഞാനാന്ന് പറഞ്ഞു. ഉടനെ വിശ്വാസമില്ല അവർക്ക്. പത്രോസിന്റെ ചോദ്യം, കർത്താവേ, നീ ആണെങ്കിൽ എന്നോട് വരിക എന്ന് പറഞ്ഞു. പത്രോസിനറിയാം യേശു ആണെങ്കിൽ മുക്കത്തില്ല, നിർത്തും. കണ്ടോ? പത്രോസിന് യേശുവിന്റെ സ്വഭാവം മനസ്സിൽ. യേശു ആണെങ്കിൽ കർത്താവ് ഒരിക്കലും വെള്ളത്തിൽ മുക്കത്തില്ല. യേശു ആണെങ്കിൽ എന്നോട് വരിക എന്ന് പറഞ്ഞ് ഞാനും നടക്കും. അപ്പൊ ദൈവത്തിന്റെ ഒരു സ്വഭാവം, യേശുവിന്റെ ഒരു സ്വഭാവത്തെ പത്രോസ് ശ്ലീഹായ്ക്ക് പിടികിട്ടി. മുക്കുന്ന ദൈവമല്ല, നിർത്തുന്ന ദൈവമാണ്. അപ്പൊ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം ദൈവം തന്നത്. പലപ്പോഴും നമ്മൾ പറയും ദൈവം അറിയാതെ അല്ലല്ലോ ഇത് വരുന്നത്. ദൈവം അറിയാതെ, അതിൻ്റെ അർത്ഥം ദൈവം അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് തന്നെന്നുള്ളതിൻ്റെ ഇൻഡയറക്റ്റ് വാക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഡയറക്റ്റ് നമ്മളത് പറയത്തില്ല ദൈവം തന്നതാണ്, പകരം ഇൻഡയറക്റ്റ് ആയിട്ട് പറയും ദൈവം അറിയാതെ അല്ലല്ലോ എന്ന്. ശരിക്കും ആ വാക്കൊന്ന് മോഡിഫൈ ചെയ്ത് ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ ഇത് തന്നത്. അപ്പൊ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് വരണമെന്ന് ആഗ്രഹിച്ചതുപോലെ അല്ല പ്രിയരെ. ഇതിനെ ഞാൻ ജയിക്കണം, ഇതിനെ എനിക്ക് ജയിക്കാനാണ് യേശു പറഞ്ഞ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ നടക്കും. അതിനാണ് വിശ്വാസം. വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നത്? ബന്ധത്തിന്റെ അകത്തുനിന്ന്. ബന്ധം എങ്ങനെയാ ഉണ്ടാകുന്നത്? കൂട്ടായ്മയിലൂടെയാണ് ബന്ധം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയും ഭർത്താവ് അവരുടെ വെഡ്ഡിങ് കഴിഞ്ഞ ഉടനെ ആ ഒരു രാത്രി നേരം വെളുത്തതിന് ശേഷം ഭർത്താവ് പറയും എനിക്ക് ഭാര്യയെപ്പറ്റി നല്ല കാര്യങ്ങൾ എല്ലാം എനിക്ക് എന്തറിയാം, എനിക്ക് ഭാര്യയെപ്പറ്റി എല്ലാം മനസ്സിലായി. ഭർത്താവ് പറയും എനിക്ക് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞാൽ തെറ്റാണ്, കള്ളത്തരവാണ്.
ഒരു രാത്രി കൊണ്ട് എങ്ങനെ മനസ്സിലായി? ഒന്നും മനസ്സിലാകത്തില്ല. അവർ താമസിക്കാൻ തുടങ്ങുമ്പോൾ ദേഷ്യക്കാരനാണോ, നല്ല സ്വഭാവക്കാരനാണോ, ചായ വേണോ, മധുരം വേണോ, അതോ പാലാണോ ഇഷ്ടം, അതോ ഇദ്ദേഹത്തിന് പുറത്തു പോകുന്ന ഇഷ്ടം, ഈ സഹോദരിക്ക് എന്താ ഇഷ്ടം, ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കുന്നു കൂടെ നടക്കുമ്പോൾ. എൻ്റെ കൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ നടക്കണമെന്ന് പറ. ദൈവത്തിന്റെ ഇതിന്റെ കൂടെ അപ്പൊ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. കണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ പോകുന്ന സമയത്ത് ഭാര്യയുടെ ഭർത്താവും കൂടെ പോകുന്ന നമ്മൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ഒക്കെ പുറത്തോട്ട് പോകുന്ന വഴിക്ക് ഭാര്യയ്ക്കറിയാം ഭർത്താവിന്റെ സ്വഭാവം, ദേഷ്യക്കാരനാണോ, ഇതേ ഒരു ചായ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭർത്താവ് ദേഷ്യക്കാരനാണ്. അപ്പൊ കൂടെ നിങ്ങളുടെ ഉദാഹരണം ഞാൻ പറയുവാണ്, നിങ്ങളുടെ കൂട്ടുകാരി കൂടെ കൂടിയിരിക്കുക, കൂട്ടുകാർ പറയും നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കറിയാം ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനാണ്, പുള്ളിക്ക് പുറത്തുനിന്ന് കുടിക്കുന്നത് ഇഷ്ടമല്ല. കണ്ടോ? എന്നാൽ കൂട്ടുകാർ നിർബന്ധിക്കും, ചായ കുടിക്കാന്ന് പറയുമ്പം ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? പയ്യപ്പയ്യോ അച്ചായന് അങ്ങനെ ഇഷ്ടമല്ല. കണ്ടോ? അപ്പൊ ചോദ്യം, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? കൂടെ താമസിക്കുന്നുകൊണ്ട് മനസ്സിലായി. കണ്ടോ? ദൈവത്തിന്റെ കൂടെ നടക്കുമ്പം നമുക്ക് മനസ്സിലാവും ഈ ദൈവം നല്ലവൻ. ഇതാണ് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ അറിയുന്നത് എങ്ങനെയാണ്? കൂട്ടായ്മയിലൂടെയാണ്. എന്താണ് ഈ കൂട്ടായ്മ? ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ സാധാരണ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവ്, എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കണം, അതിന് നല്ലൊരു ജോലി വേണം, ഭർത്താവിൻ്റെ മദ്യപാനമൊക്കെ മാറണം, എൻ്റെ വീട് നല്ലതായിട്ട് പുതുക്കി പോകണം, അല്ലെങ്കിൽ എനിക്കൊരു വീട് വേണം, എനിക്കൊരു വിസ വേണം, എനിക്കൊരു മുന്നോട്ടൊരു നല്ല ഭാവി വേണം, കർത്താവ് എനിക്ക് വേണ്ടി അതെല്ലാം ഒരുക്കണം. ഇവിടെ നമുക്കൊരു ബന്ധം ഉണ്ടാകത്തില്ല. ഇവിടെ ഒരു ബന്ധമല്ല അത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ ദൈവവുമായൊരു ബന്ധം നമുക്ക് ഉണ്ടാകത്തില്ല. പകരം നമ്മളൊരു റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ കാര്യങ്ങൾ പറയുന്നതല്ല, മനസ്സിലാക്കുന്നതാണ്. ഹല്ലേലൂയ. ശിഷ്യനായ പത്രോസിലേക്ക് മനസ്സിലായി, യേശുവേ നീ ആണെങ്കിൽ എന്നോട് വരിക എന്ന് പറ. കണ്ടോ? എനിക്കറിയാം ഭൂതമാണെങ്കിൽ എന്നെ മുക്കും, യേശു ആണെങ്കിൽ എന്നെ നിർത്തും. ഹല്ലേലൂയ. ഭൂതമാണെങ്കിൽ എന്നെ മുക്കും, യേശുവാണെങ്കിൽ നിർത്തും. ഇത് മനസ്സിലാക്കി എടുത്തു പത്രോസ്ലീഹ. യേശുവുമായി കൂടെ നടന്നപ്പോൾ മനസ്സിലായി അങ്ങനെ ഉന്തിയിടുന്ന ആളൊന്നും അല്ല. കണ്ടോ? അങ്ങനെ വെള്ളത്തിൽ പിടിച്ച് മുക്കുന്ന ആളൊന്നും അല്ല, പിടിച്ചു കയറ്റുന്ന ആളാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ഓടി വന്ന ഉടനെ കൊച്ചിന്റെ വിഷയം, ആ വിഷയം, അച്ഛൻ്റെ വിഷയമൊക്കെ പറയാൻ നിൽക്കാതെ യേശുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതിന് നല്ലൊരു പാട്ടൊക്കെ പാടുന്നത് നല്ലതാ. ആ ദൈവസ്നേഹത്തിൻ്റെ ഒരു പാട്ടൊക്കെ പാടി, യേശുവിനെ പറ്റി ഒരു പാട്ടൊക്കെ പാടി ആ ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് ആ വചനമൊക്കെ തുറന്ന് ക്രിസ്തുവിനെ പറ്റി, ദൈവത്തെ പറ്റിയുള്ള ആ വചനമൊക്കെ എടുത്ത് കുറച്ചു നേരം വായിച്ചിട്ടൊന്ന് ധ്യാനിച്ച്, കർത്താവ് പറഞ്ഞ വാക്കൊക്കെ ഒന്ന് ഓർത്തേ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നീ എൻ്റെ കൈക്കണം. അങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ടല്ലേ. ഈ വാക്യമൊക്കെ പറയുമ്പം നമുക്ക് ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കൂടെയുള്ള ആളെ പറ്റി ഒരു ബോധം നമ്മുടെ മനസ്സിനും ആത്മാവിനും ഉണ്ടാകുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു ബലമുണ്ടാകും. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയുക, പിന്നെ നിങ്ങൾ പ്രാർത്ഥനാ വിഷയം പോലും പറയത്തില്ല. ഉടനെ നിങ്ങൾ പറയും, എൻ്റെ കർത്താവേ ഇതെല്ലാം എൻ്റെ ദൈവം അത്ഭുതമാക്കും. കണ്ടോ? ഇതാണ് ബന്ധം. ഹല്ലേലൂയ. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു ഉദാഹരണം. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം ടയേർഡായിട്ട് മടുത്തു വരിക, ഉടനെ ഭർത്താവ്, അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ ടയേർഡായിട്ട് അവിടെ ഇരിക്കുക, അതൊക്കെ ഇരിക്കുക. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ആമേൻ. നിങ്ങൾ ടയേർഡായിട്ട് വീട്ടിൽ ഇരിക്കുക, ഉടനെ ഭർത്താവ് എങ്ങാണ്ടെല്ലാം പോയി കറങ്ങി തിരിഞ്ഞ് വീട്ടിലോട്ട് വരിക. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ചായയോ കാപ്പിയോ, അല്ലെങ്കിൽ ഭാര്യ ആയിക്കോട്ടെ വരുന്നത്, ഭർത്താവ്, ഇതിലാരും എങ്ങനെ വേണമെങ്കിലും കിടക്കാം കേട്ടോ. ഞാനിങ്ങനെ ഭാര്യയും ഭർത്താവും പറയുമ്പോൾ മജോറിറ്റി അങ്ങോട്ട് കൊണ്ട് മാറിപ്പോന്ന് ചിന്തിക്കരുത്. ഇപ്പം ഭാര്യ ഇരിക്കുന്നില്ല, ഭർത്താവ് ഇറങ്ങി വരിക, അല്ലെങ്കിൽ ഭർത്താവ് ഇരിക്കുമ്പോൾ ഭാര്യ വരുവാന്നിരിക്കട്ടെ. നിങ്ങൾ കയറി വന്നുകൊണ്ട് വളരെ ദാഹിച്ച് വരിക, എന്തോ ഒരു ചായ വേണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വേണം നിങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പറയാം, ഭാര്യയോടോ ഭർത്താവോ, ഞാൻ ഒരുമിച്ച് അങ്ങ് പറയുകയാണ്, ഭാര്യയോടോ ഭർത്താവോടോ പറയുക,
എനിക്ക് ഒരു പെട്ടെന്നൊരു ചായ എടുക്കുക. അപ്പോൾ നിങ്ങൾ പറയുക, എനിക്ക് വല്ലാതെ ഞാൻ ടയർഡായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യും? എന്നാൽ സാരമില്ല, ഞാൻ എടുത്തോളാം എന്ന് പറയും. കണ്ടോ? അപ്പൊ നിങ്ങൾ കള്ളത്തരം പറയത്തില്ല എന്ന് അറിയാവുന്ന ഭർത്താവായിരിക്കണം. ഇത് റിയൽ ആന്ന് ഭർത്താവിനും തോന്നണം, അല്ലെങ്കിൽ ഭാര്യയ്ക്കും തോന്നണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, നീ അവിടെ ഇരുന്നു, ഞാൻ പോയി എടുത്തോളാം. ഇതൊരു ബന്ധമാണ്, റിലേഷനാണ്, പരസ്പരം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പൊ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി വന്ന് നമ്മുടെ ചിന്തയിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്നല്ല പറയുന്നത്. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രയെന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. കണ്ടോ? ഈ വിശ്വാസത്തെ പറ്റി യേശു പറയുന്നത് നമ്മൾ ഓർക്കുന്നത് എന്തുവാന്ന് വെച്ചാൽ, മലകളെ ഇപ്പം മാറ്റുന്ന ഭയങ്കര വിശ്വാസം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നു എന്നല്ല. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം ബൈബിളിലെ വാക്യമുണ്ട്. അപ്പൊ ഈ വിശ്വാസമാണ് എൻ്റെ അകത്തുള്ളത്. അപ്പൊ ഈ ബന്ധമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ഇവിടെയാ സംശയം കയറുന്നത്. ഈ ബന്ധം മുറുകാത്തപ്പോഴാണ് സംശയം ഉണ്ടാകുന്നത്. ബന്ധം മുറുകുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് മലകളെ നീക്കും. ഈ മല എൻ്റെ മുമ്പിൽ നിന്നും മാറും. ഈ മല എൻ്റെ മുമ്പിൽ നിന്നും മാറും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എത്ര അധികം അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ കൃപ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവം തരുന്നതല്ല മലകളൊന്നും, എൻ്റെ കൂടെ പറഞ്ഞ ദൈവം തരുന്നതല്ല മലയെന്ന് പറ. ദൈവം തരുന്നതല്ല മല. അപ്പൊ ഇനി മുതൽ ആരും എന്ത് ചെയ്യരുത്, ദൈവം അറിയാതെ അല്ലല്ലോ എന്നുള്ള പദമൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട. ദൈവം നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണേ, ദൈവവുമായിട്ടൊരു ബന്ധമാണ് എൻ്റെ ജീവിതത്തിൽ കൺഫ്യൂഷനുകളെ മാറ്റുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇരിക്കുന്നവരാകണം. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയാവോ? കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളത്തിൽ ആ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഈ വിശ്വാസത്തെ പറ്റി യേശു പറഞ്ഞത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഇപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ആ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പായിട്ടോ അല്ലെങ്കിൽ സോഫയിലോ സെറ്റിയിലോ കസേരയിലോ വന്നിരിക്കുന്ന സമയത്ത് ഓടി വന്ന ഉടനെ എൻ്റെ യേശുവേ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാതെ, വരുമ്പോഴേ ഓടി വന്ന് അന്യഭാഷ പറയാനോ വചനം പറയാനോ നിങ്ങൾ ഓടി വന്ന് റെഡിയാകാതെ കുറച്ചു നേരം അവിടെ ഇരുന്നു കൊണ്ട് കർത്താവായ യേശുവിനെ പറ്റി ഒന്ന് ധ്യാനിച്ച്, കർത്താവ് പറഞ്ഞ വാക്കൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. കർത്താവ് പറഞ്ഞില്ലേ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ആരെല്ലാം കൈവിട്ടാലും ഞാൻ കൈവിടത്തില്ല, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന്, എൻ്റെ തുടർന്നവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി തുടർന്ന പോലെയാന്നൊക്കെ പറഞ്ഞ വാക്കില്ലേ? ഈ വചനങ്ങളൊക്കെ അല്പനേരം ഒന്ന് പറയുമ്പോൾ ആ ബന്ധത്തെ യേശു അല്ലെങ്കിൽ നമ്മൾ ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അതല്ല. ഇതൊക്കെ ഒന്ന് കുറച്ചു നേരം ഒന്ന് ധ്യാനിച്ചിട്ട് ഒരു പാട്ടൊക്കെ പയ്യെ പാടാൻ പറ്റുമെങ്കിൽ ഒന്ന് പാട്. എന്നിട്ട് നിങ്ങൾ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്നേ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത് അറിയുവാൻ കഴിയും. അവിടെയാണ് പലപ്പോഴും, അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകും അല്ലേ? ഉടനെ നമ്മൾ പറഞ്ഞു എന്തുവാ, എൻ്റെ കുറവ് കൊണ്ടായിരിക്കും ഇതെല്ലാം വന്നത്. നമ്മൾ ആദ്യം പറയുന്ന വാക്കല്ലേ, ഇതെല്ലാം എൻ്റെ കുറവ് കൊണ്ട് വന്നതാ. അപ്പൊ നമ്മുടെ ചിന്തയിൽ ഇത് ദൈവം കൊണ്ടുവന്നിട്ടാണല്ലോ. അല്ലല്ല പ്രിയരെ, ഒരു കാര്യം ഓർത്തോണം, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ മറികടക്കുവാൻ ഒരു വിശ്വാസം നമുക്കുണ്ട്. ഈ വിശ്വാസം ഉണ്ടാകുന്നത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന വെളി പറഞ്ഞേക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ദൈവസ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസമാണിത്. ഈ സ്നേഹം ഗലാത്യലേഖനം 4-ാം വാക്യത്തിൽ പറയുന്നു, ഈ സ്നേഹം നമുക്ക് നൽകപ്പെട്ടതോ റോമാലേഖനം 5-ാം വാക്യത്തിൽ പറഞ്ഞു, ഈ സ്നേഹം നമുക്ക് നൽകപ്പെട്ടതോ പരിശുദ്ധാത്മാവിനാൽ അത്രേ. കണ്ടോ?
അപ്പൊ പരിശുദ്ധാത്മാവിനാലാണ് ഈ സ്നേഹം നമുക്ക് കിട്ടിയത്. ഈ സ്നേഹത്താലാണ് വിശ്വാസം ഉണ്ടായത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളത്തിൽ യേശുവിനോട് ഭയങ്കര ഒരു സ്നേഹം. പലരും പറയാറില്ലേ, ഈ എന്തിനാണ് യേശുവിന് വേണ്ടിയൊക്കെ ആളുകൾ മരിക്കുന്നതും തല്ലിക്കൊള്ളുന്നതും കൊല്ലുന്നതും മരണമെടുക്കുന്നതിന്റെ കാരണം ഒരു സ്നേഹമാണത് യേശുവിനോടുള്ള. അല്ലാതെ യേശു എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നൊന്നും അല്ല രക്തസാക്ഷികൾ ആരേലും ആണോ? നമുക്ക് അവരെ ഓർത്തൊരു സ്റ്റാറ്റസ് ഇടും അല്ലേ, സുവിശേഷ വിരോധികൾ ഇന്നയാളെ കൊന്നു, ഇന്ന ഫാമിലിയെ കൊന്നു, ഇന്ന വ്യക്തികളെ തകർത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റാറ്റസ് മാത്രമാണ് പലപ്പോഴും. പക്ഷെ അവർക്ക് യേശുവിനോടുള്ള വളരെ ആഴമായൊരു സ്നേഹമാണ്, യേശു ക്രിസ്തുവിനോടുള്ള വളരെ ആഴമായൊരു ബന്ധമാണത്. ആമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, വചനം പറയുന്ന ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പൊ വാക്ക് മനസ്സിലായോ? ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പൊ സംശയം വരുന്നത് എപ്പോഴും ബന്ധം കുറയുമ്പോഴാണ്. എൻ്റെ കൂടെ പറഞ്ഞ്, സംശയം വരുന്നതിന്റെ കാരണം ബന്ധം കുറയുമ്പോഴാന്ന് പറ. സംശയം വരുന്നതിന്റെ കാരണം ബന്ധം കുറയുമ്പോൾ. 10 വർഷം കൂടെ താമസിക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും മനസ്സിലാകും അച്ചായൻ കള്ളം പറയുവാണോ അല്ലെങ്കിൽ ഭാര്യ നുണ പറയുവാണോ എന്ന് ഒറ്റ വാക്കിൽ മനസ്സിലാകും. അതിന്റെ അർത്ഥം ഭാര്യയോ ഭർത്താവോ CBI ആയിട്ടല്ല, CID ആയിട്ടല്ല, ക്രൈംബ്രാഞ്ച് ജോലി ഉണ്ടായിട്ടല്ല. പകരം ആ ബന്ധത്തിന്റെ അകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാവും, ഇന്ന വ്യക്തിയുടെ വർത്തമാനത്തിന്റെ ട്യൂണ് പോലും നമുക്ക് മനസ്സിലാവും. അതിന്റെ കാരണം റിലേഷൻഷിപ്പാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നതാണ്. കഴിയുമെങ്കിൽ ആ വാക്ക് ഞാൻ എടുത്തില്ല. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്താൽ അത്രേ ഒരു വാക്യമുണ്ട് എനിക്ക് വന്നത്. ആ വാക്ക് ഞാൻ എടുത്തില്ല, അവന്റെ മനസ്സിൽ പെട്ടെന്ന് ആ വാക്യം വന്നതാ. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഗലാത്യർ 5:6. ഗലാത്യർ 5:6. അത് തന്നെ ഗലാത്യ ലേഖനമാ. ഗലാത്യ ലേഖനത്തിലെ ആ വാക്യം നോക്കി. ഈ വാക്ക് കണ്ടോ? ക്രിസ്തുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര. നോക്ക്, ആ വാക്ക് കണ്ടോ? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. താങ്ക് യു സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ മനസ്സിൽ ആ വാക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഗലാത്യർ എനിക്ക് അറിയാം, പക്ഷെ അത് എവിടെയാന്നുള്ളത് കറക്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. ആമേൻ. സ്നേഹത്താൽ വ്യാപരിക്കും. നോക്കിയ വാക്കുണ്ടോ? അപ്പൊ ഇതാ യേശു പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. അപ്പൊ ഈ വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത്? സ്നേഹത്താലാണ്. റോമർക്കെതിരെ ലേഖനം പറയുന്നു, പരിശുദ്ധാത്മാവിനാലല്ലോ നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹത്തെ പകർന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു ഹൃദയത്തിൽ സംശയിക്കരുത്. അപ്പൊ ഈ ബന്ധം കൂടുന്നതനുസരിച്ച് സംശയം മാറും. ഓ ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു ദിവസം കുവൈറ്റിൽ പോയ സമയത്ത് അവിടെ എന്നെ കൊണ്ടുപോയ ഒരു മനുഷ്യൻ, ഞാൻ അവരുടെ അഡ്രസ്സ് ഒന്നും പറയുന്നില്ല. അപ്പം ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പം കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മൊബൈലിന് റേഞ്ച് ഒന്നുമില്ല, വേറെ എന്തൊക്കെയോ സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു ഭീതി. കാരണം വിജനമായ ഒരു മരുഭൂമിയിലൂടെ പാതിരാത്രി 11 മണിക്കോ 12 മണിക്കോ എങ്ങാണ്ട്, ആ സമയം ഏകദേശം ആയിട്ടുണ്ട്. എൻ്റെ മൊബൈലിൽ റേഞ്ച് ഇല്ല, വിളിച്ചാൽ കിട്ടുന്നില്ല. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഇപ്പം എത്തുമെന്ന് പറയുന്ന 2 മണിക്കൂറാണ്ടായി. അപ്പം എനിക്ക് പെട്ടെന്നൊരു സംശയം, എന്നെ ഇനി ഉപദ്രവിക്കാൻ വല്ലതും കൊണ്ടുവന്നാണോ? മനസ്സിൻ്റെ അകത്ത് ഒരു ഭയം ഉണ്ടാകാൻ തുടങ്ങി. ഭയം. കാര്യം രാത്രി വിജനമായ സ്ഥലം, ഭാഷ അറിയത്തില്ല, മറ്റൊരു രാജ്യത്ത് അകപ്പെട്ടിരിക്കുന്നു. ഈ വ്യക്തി എന്നെ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുന്നു, കാറ് പൊക്കോണ്ടിരിക്കുന്നു, എവിടെയൊക്കെയോ അദ്ദേഹം നിർത്തുന്നുണ്ട്, അവിടെയൊന്നും മനുഷ്യവാസമൊന്നുമില്ല. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ അകത്ത് എനിക്കൊരു ഭയമുണ്ടായി. പക്ഷെ അതേ സ്ഥാനത്ത് എനിക്ക് വളരെ അറിയാവുന്ന ഒരു കൂട്ടുകാരനാണെങ്കിലോ എവിടെ കൊണ്ടായാലും നമ്മളവിടെ നിന്ന് ഉറങ്ങും അല്ലേ? കാരണം നമുക്കറിയാം എവിടെയെല്ലാം കറങ്ങിയാലും എന്നെ യഥാസ്ഥാനത്ത് കൊണ്ടെത്തും. ഇത് ബന്ധമാണ്. അപ്പൊ ഹൃദയത്തിൽ സംശയങ്ങൾ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ ഓടിപ്പോയിട്ട് കരയാൻ നിൽക്കാതെ യേശു പറഞ്ഞ വാക്കുകളൊന്നും മനസ്സിൽ കൊണ്ടുപോവാ. യേശു ഉറപ്പ് തന്നിട്ടില്ല പല കാര്യങ്ങൾ, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിനക്കെതിരായി വരുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. ആ ദൈവം പറഞ്ഞ വാക്കുകൾ അഥവാ വചനങ്ങളെ നമ്മൾ ഉരുവിടുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ പോലും അറിയാതെ ഒരു ബന്ധം ഉറച്ചു വരും. ഇതാണ് പലപ്പോഴും ശ്രദ്ധിച്ചു. നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പ്രശ്നം വരുമ്പോൾ ശ്രദ്ധിക്കാൻ മതി. ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നതെന്നറിയാവോ? ആദ്യം വരുന്നൊരു ഇമോഷനാണ്
ഭയം. ശ്രദ്ധിച്ചോണേ. അടുത്തത് നമുക്ക് വരുന്ന സംഭവമുണ്ട്. കർത്താവ് ഈ പ്രതിസന്ധി ഞാൻ പറഞ്ഞ വാക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയത്തില്ലേ, ദൈവം അറിയാതല്ലല്ലോ ഇതെല്ലാം വരുന്നത്. അപ്പം ദൈവം തരുന്ന അന്നൊരു ചിന്ത മനസ്സിൽ നിന്ന് കളയണം. ദൈവം മല തരുന്ന ദൈവമാണെങ്കിൽ പിന്നെന്തിനാണ് മല മാറ്റാൻ വിശ്വാസം തരുന്നത്? എന്നാൽ പിന്നെ മല മാറ്റിയാൽ പോരായിരുന്നു. മല തന്നിട്ട് വിശ്വാസം തരേണ്ട കാര്യം ഇല്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, മല തന്നിട്ട് വിശ്വാസം തരേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറ, മല തന്നിട്ട് വിശ്വാസം തരേണ്ട ആവശ്യമില്ലെന്ന് പറ. ആമേൻ. മല തന്നിട്ട് ദൈവത്തിലേക്ക് വിശ്വാസം തരേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? മല ദൈവത്തിന് മാറ്റാനുള്ള വിശ്വാസം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാരണം ദൈവത്തിന് എന്നെ ഉയർത്തുവാൻ പ്ലാൻ ഉണ്ട്. കേട്ടോ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, ഈ ദിവസങ്ങളിലൊന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ആ ദൈവസ്നേഹത്തെ, അതാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീതിയും ഉയരവും ആരായുവാൻ ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ആഴവും ഉയരവും, എനിക്ക് ആഴമായൊരു ബന്ധം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെപ്പറ്റി എനിക്കൊരു അറിവുണ്ടായിരിക്കണം. എൻ്റെ ദൈവം എനിക്ക് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. അവൻ പരീക്ഷയോട് കൂടെ പോക്കു വഴിയും തരും. അപ്പൊ എനിക്ക് ദോഷം തന്നിട്ട് എന്നെ പരീക്ഷിച്ച് നടക്കുന്നതല്ല, മല തന്നിട്ട്, പ്രതിസന്ധി തന്നിട്ട് പ്രതിസന്ധിയെ മാറ്റാനുള്ള വിശ്വാസം തരുന്ന ദൈവമല്ല. പകരം മലകൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിനെ ജയിക്കുവാനുള്ള വിശ്വാസം എൻ്റെ ഉള്ളത്തിൽ തന്നിട്ടുണ്ട്. ഇന്നെങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന വ്യക്തികളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ പരിശുദ്ധാത്മാവേ, ഇന്ന് അങ്ങ് എനിക്ക് തന്ന സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഇതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരോട് പക വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരപ്പതാണ് യേശു പറഞ്ഞു, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നോക്കി, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളോട് ക്ഷമിക്കണം. നോക്കി, നിങ്ങളുടെ പിഴകളെ പിതാവ് ക്ഷമിച്ചില്ലേ, നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ആ വ്യക്തിയോടുള്ള വൈരാഗ്യം, ഭർത്താവ് ക്ഷമിക്കണം, എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവ് എനിക്കറിയാം ഇത് ശരിയല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പറഞ്ഞു നടക്കുന്നതും അവരോട് പിണങ്ങിയിരിക്കുന്നത്. ചിലരുണ്ട് വിശ്വാസി വന്നിട്ട് പിണക്കം മാറത്തില്ല, ഇങ്ങനെ വൈരാഗ്യമാണ്. ഞാൻ പറയുന്നത് പ്രിയരെ, ദൈവത്തിന് ഇത് ഇഷ്ടമല്ല കേട്ടോ. ആ ബന്ധം മുറിക്കുക. നിങ്ങൾ ബന്ധം മുറിക്കുന്നവരാകരുതേ. നമ്മൾ സ്നേഹിക്കാൻ പറ്റുന്നില്ല ബ്രദർ, എനിക്ക് അത്രയും കൂടെ പറ്റുന്നില്ല, പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവേ, ആ വ്യക്തിയെ സ്നേഹിക്കാനും ക്ഷമിക്കാനും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കണവേ, ദൈവാത്മാവ് നമ്മുടെ മനസ്സിനെ ഒരുക്കും. നന്ദി യേശുവേ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഓ ഹല്ലേലൂയ, യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ, ഓ ജീസസ്, കർത്താവിൻ്റെ വലിയൊരു അത്ഭുതം എന്ന് സംഭവിക്കട്ടെ. ഇന്ന് ഏതൊരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇടപെടുക. ഒരു അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അഡ്വക്കേറ്റിൻ്റെ പേരിൽ എബ്രഹാം എന്നുള്ളൊരു പേര് അഡ്വക്കേറ്റിൻ്റെ പേരിൻ്റെ ഭാഗത്തുണ്ട്. ഇന്ന് തുടക്കത്തിലാണോ, അതിൻ്റെ മിഡിൽ നെയിമാണോ, ലാസ്റ്റ് നെയിം എനിക്കറിയത്തില്ല. ഈ അഡ്വക്കേറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എബ്രഹാം എന്നൊരു പേര് അഡ്വക്കേറ്റിൻ്റെ കൂടെയുണ്ട്. ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ദൂതന്മാര് ഇടപെടാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഈ അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ടത് എബ്രഹാം എന്ന് പറയാൻ വേണ്ടിയാണോ? ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ കേസ് നടത്തുന്ന വക്കീലിന്റെ പേരാണ് ബെന്നി അബ്രഹാം. രണ്ടാമത്തെ പേരാ പുള്ളിയുടെ അല്ലേ, ലാസ്റ്റ് നെയിം അല്ലേ? ഫാദർ. ഓക്കെ, ഞാനത് പ്രാർത്ഥന പറഞ്ഞത് മിഡിൽ നെയിം എനിക്കത് ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്കത് ലാസ്റ്റ് നെയിമോ മിഡിൽ നെയിമോ പോലെ കാണുന്നത് എബ്രഹാം. കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തു, പേര് കഴിഞ്ഞിട്ട്, അഡ്വക്കേറ്റ് കഴിഞ്ഞിട്ട്. ഇന്ന് ദൈവം എന്നോട് പറയാം, ദൂതന്മാർ ആ കേസിന്റെ മേലെ ഇടപെടാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് എല്ലാം അറിയുന്നു കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ യേശുവേ, കർത്താവെ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കേസ് അനുകൂലമായി, സാഹചര്യങ്ങൾ മുഴുവൻ എതിരാണ്, പക്ഷെ ദൈവം ഇന്ന് അതിൻ്റെ മേലെ ഇടപെടാൻ വേണ്ടി പോവാ, ദൂതനെ അയക്കാൻ വേണ്ടി പോവാ. യേശുവേ, ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഓ ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
അതോടൊപ്പം തന്നെ എന്നോട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറയുക, ഈ രത്നമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു വ്യക്തിയെ തമ്പുരാൻ ഒരുക്കാൻ വേണ്ടി പോവുക. രത്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആ വലിയൊരു ദുഃഖത്തിനെ ജയിക്കുവാൻ, പ്രാർത്ഥനയാൽ ആ ദുഃഖത്തെ ജയിക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ഈ രത്നമ്മ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആൾ ആരാണോ ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. ദൈവം നിങ്ങളെ ആ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. പറഞ്ഞു സിസ്റ്ററെ. സ്ഥിരയായും അബ്രഹാം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു വസ്തുവിന്റെ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. പുള്ളി ഒരു അഡ്വക്കേറ്റ് ആണ്. അബ്രഹാം അല്ല, കേസ് വാദിക്കുന്ന ആളാണോ? വാദിക്കുന്നയാളല്ല. കേസുമായിട്ട് ബന്ധപ്പെട്ട് എബ്രഹാം എന്ന് പറയുന്ന ഒരു വക്കീലിന്റെ അകത്തിരിക്കുന്ന ഒരു കേസാണ്. അതിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ് പറഞ്ഞത് കേട്ടോ. താങ്ക് യു ജീസസ്. എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. രത്നമ്മ എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററാണ്. 2 കാല് മുട്ടു മാറ്റി വെക്കണം, ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാനത് ഏറ്റെടുക്കുന്നു. പ്രാർത്ഥിച്ചത് രോഗമല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയാ കേട്ടോ. അത് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോ. ഈ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചോ. കർത്താവേ, ഞാൻ മകളെ അനുഗ്രഹിക്കുന്നപ്പോ ആ ഓപ്പറേഷൻ കൂടാതെ തന്നെ ആ കാലുകൾ സൗഖ്യമാകേണ്ടതിന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ അഭിഷേകത്തോടു കൂടെ പോയി പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ദൈവവുമായിട്ടൊരു നമുക്ക് പലപ്പോഴും സംശയം വരാൻ കാരണം, ഇത് മനസ്സിൽ കുറിച്ചോണേ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംശയം വരാൻ കാരണം ബന്ധത്തിൽ വിള്ളലുണ്ടായത് കൊണ്ടാണ്. അതേപോലെ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഇല്ലാതിരിക്കാൻ കാരണം, വിശ്വാസം വരാത്തതിന്റെ കാരണം തെറ്റായ കാഴ്ചപ്പാടുകൾ അകത്തു കയറി. ഇന്ന് പരിശുദ്ധാത്മാവേ, യേശുവിനെ പറ്റിയുള്ള വാക്കുകൾ ഉറക്കെ പറയണം. എൻ്റെ ദൈവം എന്നെ കൈവിടുന്ന ദൈവമല്ല. അതാണ് ശമരിയാ സ്ത്രീ ഇപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ, നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. കണ്ടോ, ഇത് ഭയങ്കര വലിയ മർമ്മമാണ്. നീ അറിയണം ആരാണ് നിന്നോട് വെള്ളം ചോദിക്കുന്നത്. യേശു ആരെന്ന് അറിയണമേ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. കണ്ടോ, രുചിക്കണം ദൈവത്തെ, മനസ്സിലാക്കണം. ആരെങ്കിലും പറഞ്ഞു തന്ന കഥയല്ല ദൈവം. എനിക്ക് വ്യക്തിപരമായി എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. യേശു പറഞ്ഞ വാക്കെല്ലാം ഓർത്തെടുത്തേ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് എന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് പഴയ നിയമത്തിൽ പറയുന്നത് പോലെ വിളിച്ചു പറയണമേ. ആ ബന്ധം ഊട്ടി ഉറപ്പിക്കണമേ. യേശുവേ നന്ദി. ഓ ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. മെയ് മാസം 11-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുടെ ഭവനം, മെയ് മാസം 11-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുള്ളൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ ഒരു കാഴ്ച കാണിക്കുക. മെയ് മാസം 11 ഈ ജനനം നടന്ന എന്റെ മോള് ജനിച്ചത് മെയ് 11. ഞാൻ ഈ വീടിന്റെ ഒരു അടയാളമായിട്ട് കർത്താവിനെ കാണിക്കുന്നത്, ഈ പ്ലാവ് നിൽക്കുന്ന ഒരു പറമ്പ് ഞാൻ കാണുക. കേൾക്കുന്നുണ്ടോ? പ്ലാവ് നിൽക്കുന്ന പ്ലാവ് നിൽക്കുന്ന ഒരു പറമ്പ് ഞാൻ കാണുക. ഞാൻ ആ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ വൈകുന്നേര സമയമാകുമ്പോൾ, ഇരുട്ട് മൂടി വരുന്ന വൈകുന്നേര സമയമാകുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു മനപ്രയാസം വരും. പെട്ടെന്നൊരു മനപ്രയാസം മനസ്സിൻ്റെ അകത്ത്, ഭയങ്കരമായ ചില സമയങ്ങളിൽ ഒരു ഭാരം കയറി വരും. ആ ഭാരം കയറി വരുന്ന സമയത്ത് തന്നെ നമ്മളവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനമൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഇത് വല്ലാതെ കയറി വരുന്ന ഒരവസ്ഥ. ഇന്ന് കർത്താവിനോട് പറയുന്ന കുടുംബത്തിൻ്റെ അകത്ത് ആരാധനയുടെ ശക്തി ഉയരാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് അവിടെ നിൽക്കുന്ന സ്ഥലത്ത് തമ്പുരാൻ നിങ്ങളെ വലിയൊരു ശ്രേഷ്ഠകരമായ ഒന്നിലേക്ക് പറിച്ചു നടുന്നത് പോലെ കർത്താവ് എന്നെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മേൽത്തരമായ ഒന്നിലേക്ക് തമ്പുരാൻ പറിച്ചു നടാൻ വേണ്ടി പോസ്റ്ററെ ആമേൻ പറഞ്ഞ് പിടിച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുത കരം തമ്പുരാൻ വെളിപ്പെടുത്താൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതകരമായ വിടുതലുകളായി തീരട്ടെ. യേശു ജീവിക്കുന്നല്ലോ,
കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ്, എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ആ ക്രിസ്തുവുമായ ഒരു ബന്ധം, ആഴമായ ചില ബന്ധം. 2026 ദൈവത്തെ രുചിച്ചറിയുന്ന വർഷമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന വർഷമാണ്. യഹോവയെ കൂടുതൽ, യേശുവിനെ കൂടുതൽ അറിയുന്ന ആഴമായ ഒരു ബന്ധത്തിൻ്റെ അകത്തുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ പടയൊരുക്കത്തിൻ്റെ വർഷമാണിത്. യേശുവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1994 ഒക്ടോബർ മാസത്തിൽ ജനിച്ച തലമുറയുള്ള ഭവനമേത്? 1994 ഒക്ടോബർ മാസത്തിൽ ജനിച്ച തലമുറയുള്ള ഭവനം ഏതാണോ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി, പ്രത്യേകിച്ച് ഈ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. ഓ യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ആരസ് എന്റെ മോൻ ഒക്ടോബറിലാണ് ജനിച്ചത്. മോൻ ഒക്ടോബറില. ഈ 94 ജനിച്ചിരിക്കുന്നത്. 1994 ഒക്ടോബർ മാസത്തിൽ ജനിച്ച തലമുറയുടെ മേൽ, ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ആ കുടുംബത്തിൽ ഏത് തലമുറയാണോ അത്, ഓ ജീസസ്, അതിന്റെ മേൽ വച്ചിരിക്കുന്ന സകല അവകാശവാദങ്ങളും ഇപ്പോൾ ബ്ലോക്ക് ആകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ബാക്കി എല്ലാവരും മൈക്കിൽ പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? അതെ, അതെ അതെ. മോള് ഒക്ടോബർ 6 ജനിച്ചേ, 1994. ഒക്ടോബർ 6 ജനിച്ചല്ലേ? ഓ ജീസസ്, ഇന്ന് കർത്താവ് ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ആ തലമുറയോട് ഇന്ന് മല്ലി പിടിക്കുന്ന സകല ദുഷ്ടപിശാചിന്റെ പ്ലാനുകളെയും ആത്മാവിൽ വെട്ടിവിടുന്നപ്പ തലമുറകളുടെ നന്മ കുടുംബത്തിൽ കാണും, തലമുറകളുടെ നന്മ കുടുംബത്തിൽ കാണും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ നന്മ കൊണ്ട് സ്വർഗമേ അങ്ങ് നിറയ്ക്കുന്നല്ലോ. പ്രതിസന്ധികളിൽ വീഴുന്നവരല്ല, പ്രതിസന്ധികളെ വാഴുന്ന വിശ്വാസ വീരന്മാരായി തീരട്ടെ. യേശുവേ, കൃപ പെരുകുന്നല്ലോ. ഹല്ലേലൂയ, ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഈ അഞ്ജു, അങ്ങനെ ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുക. അഞ്ജു എന്ന് പറയുമ്പോൾ തന്നെ 2 പെൺതലമുറകളെ ഞാൻ ആ കുടുംബത്തിൽ കാണുക. ഈ പേര് വെളിപ്പെട്ട കുടുംബത്തിൽ തന്നെ 2 പെൺതലമുറകളെ ഞാൻ കാണുവാണ്. മൂത്തത് ഒരു പെൺകുട്ടിയാണ്, രണ്ടാമത്തത് ഒരു പെൺകുട്ടിയാണ്. 2 പെൺതലമുറകളുള്ള അഞ്ജു എന്ന് പറയുന്ന ഒരു പേരും കർത്താവ് എന്നെ കുടുംബത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ എൻ്റെ ഉള്ളത്തിലേക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. പരിഹാസികളുടെ നടുവിൽ തമ്പുരാൻ മേശ ഒരുക്കാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ മേശ ഒരുക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. ഇന്ന് ആ കുടുംബം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങയുടെ കൃപ കുടുംബത്തിൻ്റെ, ഞാൻ ഇത് അഞ്ജു എന്നുള്ളത് വിളിപ്പേരാണ്, അത് ഒഫീഷ്യൽ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ആ വ്യക്തിയെ അങ്ങനെ എന്റെ മോളാണ് അഞ്ജു. സിസ്റ്ററുടെ മോളാണ് അഞ്ജു. അഞ്ജു. ഓ, ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ മരുമോളുടെ ചേച്ചിയുടെ പേര് അഞ്ജു. അല്ല സിസ്റ്റർ, 2 പെൺതലമുറകളുള്ള അഞ്ജുവിന്റെ ഭവനമാണ് ഞാൻ കാണുന്നത്. ആ കുടുംബത്തിന്റെ മേലാണ്. മൂത്തത് മോളാണ്, അഞ്ജു. രണ്ടാമത്തത് മോളാണ്. മൂത്തതാണ് അഞ്ജു അതോ രണ്ടാമത്താണ് അഞ്ജു? രണ്ടാമത്തതാണ് അഞ്ജു. മൂത്ത മോളാണ്. അന്ന് സുഖമില്ല, ദേഹം മൊത്തം നീരെന്നൊക്കെ ഞാൻ പറഞ്ഞു ബ്രദർ പ്രാർത്ഥിച്ചതാണ് മൂത്തത്. ഇപ്പൊ രണ്ടാമത്തെ മോളുടെ കാര്യം ഇപ്പൊ വെളിപ്പെട്ടിരിക്കുന്നത്. അതെ, അഞ്ജു. ഈ മോളുടെ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, മുമ്പേ കയ്യില് ഒരു ചൊറിച്ചിൽ പോലെ വന്ന് അത് മാറി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മോളുടെ പേര് വല്ലാന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ഇന്ന് ആ മോളെ തമ്പുരാൻ തൊടുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. ആ കുടുംബത്തിന്റെ മേൽ തമ്പുരാന്റെ പ്രകാശമാക്കി അവർ മാറ്റാൻ വേണ്ടി പോവാ. ഇന്ന് പരിഹാസികളുടെ നടുവിൽ തമ്പുരാൻ മേശ ഒരുക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഞാൻ അതോടൊപ്പം തന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി. ഞാൻ ആ കാണുന്ന ഒരു ഭവനം ഈ വഴി സൈഡിൽ നിന്നാണ് ഞാൻ എന്നെ ഇപ്പോൾ ഉള്ളത്തിൽ കർത്താവ് ആ ഭവനത്തിലേക്ക് കൊണ്ടുപോവുക.
ആ വീടിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഈ വീടിന്റെ മതിൽ ഇങ്ങനെ ആർച്ച് പോലെ വളച്ചു വെച്ചിരിക്കുന്ന ഒരു മതിലാണ്. അങ്ങനത്തെ ഒരു വീടാണ് ഞാൻ കാണുന്നത്. അതിന്റെ മതിൽ ഇങ്ങനെ ആർച്ച് പോലെ വളച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ആ വീടിന്റെ അകത്തോട്ട് കർത്താവ് എന്നെ കയറ്റിക്കൊണ്ട് പോവാ. ഗേറ്റ് തുറന്ന് അകത്തോട്ട് ചെന്ന് ആ വീടിന്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഈ ഡോറിന് മുമ്പായിട്ടൊരു ഗ്രില്ലുള്ള ഭവനമാണ്. അതായത് ഈ നമുക്കറിയില്ല, ഗ്രില്ല് പോലെ കമ്പി കൊണ്ട് ഇങ്ങനെ ഗ്രില്ല് വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ്. ആ ഗ്രില്ല് തുറന്നതിന് ശേഷം പിന്നെ ഒരു ഡോറുണ്ട്. ആ ഡോറ് തുറന്ന് കയറുന്ന സമയത്ത് ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ നീങ്ങുവാണ് ആ ഭവനത്തിൽ നിന്ന്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ജോർജ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ വെളിപ്പെട്ട് വരിക. യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ, ഇന്ന് ആ തടസ്സങ്ങളെ തമ്പുരാൻ എടുത്ത് നീക്കി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇങ്ങനൊരു വാക്ക് പറയുക. സകല വെല്ലുവിളികളുടെ മേലും കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. നോക്കി നിൽക്കുന്നവർ കാണെ ദൈവത്തിന്റെ അത്ഭുത സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോവാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ഒരുക്കാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തെ കർത്താവ് ഒരുക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ. ഇന്ന് അവിടെ വിടുതൽ നടക്കുമ്പോൾ ആ കുടുംബത്തിന്റെ അകത്തുള്ള സകലരുടെയും ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ ഓരോന്നായി തുറക്കുകയാണ്. തടയപ്പെട്ടു പോയത്, മുടങ്ങിക്കടന്നത്, പ്രാർത്ഥിച്ചിട്ടും ഉയരാൻ കഴിയാതെ നിന്ന പ്രതിസന്ധികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓ ലോർഡ് ജീസസ്, ഏതാണോ ആ ഭവനം, ആമേൻ പറഞ്ഞ അത്ഭുതത്തെ സ്വീകരിച്ചോണേ യേശുവിന്റെ നാമം. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ ക്രിസ്തലോട് വീട് ഇങ്ങനെ ഗ്രില്ലാണ്. ഗ്രില്ല് തുറന്ന ഡോറാണ്. ഫ്രണ്ടില് ഗ്രില്ലാണ്. ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധപ്പെട്ട ഭവനമാണോ ഇത്? ആ പേരാണ് ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇല്ല, ജോർജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിയുടെ പേരാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അത് ഏതാണോ ആ ഭവനം, കർത്താവ് എന്ന ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പറഞ്ഞു. ഹലോ ബ്രദറെ, ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്റർ വീടിരിക്കുന്നത്. അടയാളങ്ങളെല്ലാം പറഞ്ഞു. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ബാക്കി എല്ലാവരും പറഞ്ഞു. ഒരു മിനിറ്റ് ബാക്കി പറഞ്ഞു. തന്നെയല്ല, അതാണെങ്കിൽ ഇങ്ങോട്ട് സിറ്റ് ഔട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്കിനെ ഒരു ചെറിയൊരു കമ്പി പോലുള്ള ഒരു കമ്പി കൊണ്ട് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കഴിഞ്ഞ ഡോറ് തുറക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ അപ്പച്ചന്റെ പേരാ, മരിച്ചുപോയ അപ്പച്ചന്റെ പേരാണ് ജോർജ്. പിതാവിന്റെ പേരാ അല്ലേ? ഇന്ന് ആ പ്രതികൂലം, പിതാവിന്റെ കാലത്ത് കയറിക്കൂടിയ പ്രതികൂലം ഈ പറഞ്ഞ പോലെ തന്നെയാണ് സിസ്റ്റർ അടയാളങ്ങളെല്ലാം. പക്ഷെ ഇത് വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ വീടിന്റെ ആളാണോ ജോർജ് എന്ന് പറയുന്നത്? ഈ വീടിന്റെ അല്ല, ഞങ്ങളുടെ അപ്പച്ചന്റെയാ. സിസ്റ്ററുടെ അപ്പച്ചന്റെ പേരാണ് ജോർജ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് ഈ വീട്ടിലാ. ഈ പറയുന്ന അടയാളം എല്ലാം ഉണ്ട്. ഈ പറയുന്ന അടയാളം എല്ലാ വീട്ടിലുണ്ട്. പക്ഷെ വാടക വീട്ടിലാ താമസിക്കുന്നത്. വാടക വീട്ടില്. പിതാവിന്റെ പേരാണ് ജോർജ്. ആ പിതാവിന്റെ അല്ലേ, മരിച്ചുപോയ ആള്. മരിച്ചുപോയതാ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഞാൻ ഈ കാണുന്ന അടയാളത്തിൽ ഇപ്പൊ നിൽക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കയറി വരുന്ന വീട് ഇപ്പൊ കണ്ടത്, ഡോർ തുറക്കുന്നത്, കയറി വരുമ്പോ തന്നെ ഞാൻ ആ പേര് പിതാവിന്റെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ പിതാവിന്റെ ഭവനം എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ആ പിതാവിൽ ആരൊക്കെയാണ് ആ ഭവനത്തിൽ താമസിക്കുന്നത്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ആ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. ആമേൻ. ഇനി അതല്ലാതെ ഈ ഭവനവുമായിട്ട് ഇതേപോലെ തന്നെ പറഞ്ഞ പോലെ ഭവനത്തിൽ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വന്തം ഭവനമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതല്ലാതെ ഇപ്പൊ ഈ സഹോദരി അല്ലാതെ? ബ്രദറെ, എന്റെ ഭവനത്തില് ഗേറ്റ് കിടന്ന് നമ്മൾ സിറ്റൗട്ടിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് സ്റ്റീലിന്റെ ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഹാളിലേക്കുള്ള കഥ ഉള്ളത്. എന്റെ ഫാദറിലൂടെ അനിയനാണ് ജോർജ് എന്ന് പറയുന്നത്. ഇത് സ്വന്തം വീടാ സിസ്റ്റർ ഇപ്പൊ താമസിക്കുന്നത്?
സ്വന്തം വീട്. ഓ, ഇന്ന് രണ്ടുപേരും കൂടെ സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് കർത്താവ് ആ വിടുതൽ, ഇന്ന് ഒരേ അടയാളം ഒരേപോലെ വരുന്നവര് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണെ. ഈ ഡിസംബർ മാസവുമായിട്ട് ബന്ധമുള്ള ആ കുടുംബത്തിൽ ആരുള്ള ഭവനമാണ് അത്? ഡിസംബർ മാസത്തിൽ അതും വീട്ടിലാ. ഇത് എന്റെ വീട്ടിലെ മോനാ. ഡിസംബർ മാസം 21 തീയതി ഉള്ളതാ. അതായത് ഇപ്പൊ സിസ്റ്റർ ആദ്യം പറഞ്ഞ സിസ്റ്റർ പിതാവ് മരിച്ചുപോയി, വാടക വീട്ടിലാന്ന് പറഞ്ഞ സിസ്റ്ററുടെ ഭവനത്തിലാണ് ഡിസംബർ മാസം ഉള്ളത്. അതെ. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ആ വീട് തന്നെയാണ് കൺഫർമേഷൻ ആയിട്ട് പറയുന്നത്. അത് കർത്താവിന്റെ ഉള്ളത്തിൽ വീണ്ടും ആ സംശയം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് ഏത് ഭവനം? അപ്പം പറഞ്ഞു ഡിസംബർ മാസത്തിൽ ജനനം നടന്ന ഒരു വ്യക്തിയുള്ള ഭവനമാണ് ഇത്. മോനല്ലേ? ഇന്ന് അവന്റെ ഭാവിയെ, കുടുംബത്തെ മുഴുവൻ തടയപ്പെട്ടത് ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു. കർത്താവെ, നന്മ നിറയട്ടെ, പ്രതിസന്ധികൾക്കകത്തുനിന്നും പുറത്തു വരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ പറഞ്ഞ് പിടിച്ച സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ ആ വിടുതലിനെ സ്വീകരിച്ച് നാളുകളായി കടന്നത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് അവസ്ഥയ്ക്കകത്തുനിന്ന് വ്യത്യാസം വരാൻ വേണ്ടി പോവാ. ആ കുടുംബത്തിന്റെ അവസ്ഥ മാറട്ടെ. കർത്താവെ, സ്വന്തമായത് ഉണ്ടായി വരട്ടെ, സ്വന്തമായി ഭവനങ്ങൾ ഉണ്ടായി വരട്ടെ, സ്വന്തമായി നന്മകൾ ഉണ്ടായി വരട്ടെ, സുഖമായി ഉറങ്ങുവാൻ, സ്വസ്ഥമായി ഉറങ്ങുവാൻ കൃപയുണ്ടാകട്ടെ. ഓ യേശുവേ, ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് അടയാളങ്ങളുടെ ദൈവമാണ്, നമുക്ക് തമ്പുരാൻ വെളിപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ഒരു ദൈവം. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. ഹോ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമുണ്ട്. മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ അതൊരു അടയാളം വീണ്ടും കർത്താവ് എന്നെ കാണിക്കുന്നത് ഒരു മരത്തിൽ നിന്നും തെങ്ങാട്ട ഞാൻ കാണുന്നത്. ആ മരത്തിൽ നിന്നൊരു വീടിന്റെ മുകളിലോട്ട് വലിയ എന്തോ വന്ന് വീണിട്ട് ഒരു മുറിയിൽ ഒരു മേലാത്ത ഒരാൾ കിടക്കുന്ന കട്ടിലിനോട് ചേർന്ന് വന്ന് ഓട് പൊളിച്ചു വീണത്. തേങ്ങ വന്ന് വീണു, അതിൻ്റെ അകത്ത് പൊളിഞ്ഞകത്തോട്ട് വീണു. പക്ഷേ ആളപായം സംഭവിച്ചില്ല. ആ മുറിയിൽ കട്ടിലിനോട് ചേർന്ന് വന്ന് വീണു. അത് നിമിത്തം ഭയങ്കരമായ പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടായ ഒരു ഭവനം ഒരടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഭവനത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇന്നും ഒന്നിലുമല്ല. ഇതേപോലെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമുള്ള ഒരു കുടുംബം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അതായത് ആ വീഴുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു വ്യക്തി കിടപ്പുണ്ടായിരുന്നു. അത് അപ്പോഴും കട്ടിലത്ത് തന്നെ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ആളപായം അവിടെ സംഭവിച്ചില്ല, അനർത്ഥം ഒഴിഞ്ഞുപോയി. എന്നാൽ പലപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമുള്ള കുടുംബമാണ്. ഇന്നിപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവേ, ഇപ്പോൾ തന്നെ ആ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ നന്മയായ ഭവനം മാറട്ടെ. ഈ ദിവസങ്ങളിൽ സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി പോകും. അവിടെ കിടക്കുമ്പോൾ തന്നെ, ആ ഭവനത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ തന്നെ ദൈവിക സ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ ഭവനത്തിൻ്റെ അകത്തുള്ളവർ സമാധാനപുത്രന്മാരായി തീരാൻ വേണ്ടി പോവാം. ഓ ലോർഡ് ജീസസ്, അടയാളം ഏത് ഭവനത്തിലാണോ ആമേൻ പറഞ്ഞതിനെ പിടിച്ചോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിൻ്റെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. പ്രതിസന്ധികൾ നീങ്ങട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ. അനുഗ്രഹിച്ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു ഹെപ്സിബയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹെപ്സിബയുടെ ഭാവിയെ തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവുക. ഹെപ്സിബ എന്ന് പറയുന്ന ആ പേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ആ വ്യക്തിയുടെ കുടുംബം ഏതാണോ, ഹെപ്സിബയുടെ ഭവനത്തിൽ കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പറഞ്ഞു. കേട്ടുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? താങ്ക് യു ഹോളി സ്പിരിറ്റ്.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ബ്ലെസ് ചെയ്യുന്നപ്പാ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യട്ടെ. പറയാൻ വേണ്ടി വരുന്നവർ അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കുക. അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാറ്റിയവരൊക്കെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഞാനിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഹിപ്സിബയുടെ ഭവനം സ്വീകരിച്ചോണേ. ഹലോ ബ്രദറെ, പറഞ്ഞു ബ്രദറെ ഇത് ബ്രദർ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു മെയ് 11 ജനിച്ച ഒരു ആളുള്ള ഭവനാഥന്റെ മോനാണ്. എന്റെ വീടിന്റെ മുമ്പിലാണ് പ്ലാവ് നിൽക്കുന്നത്. പ്ലാവ് 2-3 പ്ലാവ് നിപ്പുണ്ട്. അപ്പൊ ബ്രദറെ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു ഇങ്ങനെ അപ്പൊ എനിക്ക് മ്യൂട്ട് മാറ്റാൻ സാധിച്ചില്ല. അതാ അന്നേരം ആ പറയുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ സമയത്തുണ്ടാകുന്ന ഒരു അനുഭവം കൂടെ ശ്രദ്ധിച്ചായിരുന്നു സിസ്റ്ററെ? മനസ്സിന്റെ അകത്ത് ശ്രദ്ധിച്ചായിരുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് പിടിച്ചോ യേശുവിന്റെ നാമത്തിൽ നിന്ന് അതിന്റെ അകത്തുനിന്ന് വിടുതലുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ആ തലമുറയുടെ ഭാവിയും കൂടെ തമ്പുരാൻ തുറക്കുവാണ്. തമ്പുരാന്റെ ഇതിന് ഉറപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്നിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ ഒരു നിമിഷം. ഇനി മ്യൂട്ട് മാട്ടിൽ 1 സെക്കൻഡ്. നമ്മുടെ ഗ്രൂപ്പ് പറഞ്ഞു. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ, അതായത് പ്രത്യേകിച്ച് ഈ വരുന്ന 24-ാം തീയതി എവിടെയാ പ്രാർത്ഥന എന്നറിയാവോ? അന്യഭാഷ പ്രാർത്ഥന വിടുതൽ മീറ്റിംഗ് എവിടെയാണെന്നറിയാവോ? കൊല്ലത്ത്. പറഞ്ഞു പറഞ്ഞു കൊല്ലത്ത് നമുക്ക് 24-ാം തീയതി ശനിയാഴ്ച പ്രാർത്ഥന നടക്കുന്നു. കോട്ടയത്ത് എന്നാ നമ്മുടെ പ്രാർത്ഥന? 28. ആമേൻ. അതുകൂടാതെ മാർച്ച് മാസം ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് പ്രാർത്ഥന. പറഞ്ഞു. എന്റെ പേര് ഹെപ്സിബ എന്നാണ്. സ്വീകരിച്ചോ സിസ്റ്ററെ? ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. ഹെപ്സിബ എന്നുള്ളത് അല്ലേ സിസ്റ്ററുടെ പേരാ? ഹെപ്സിബ. യേശുവിന്റെ നാമത്തിൽ ആ ഭാവി തുറക്കുക ദൈവം കേട്ടോ. ദൈവം ഭാവി കടല് കീറി അപ്പുറത്തേക്ക് ഒരു കനാൻ ഒരുക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ ചിലതിനെ കീറിയിട്ട് കനാൻ ഒരുക്കാൻ വേണ്ടി പോകട്ടോ. വാക്തത്വങ്ങൾ തുറക്കാൻ വേണ്ടി പോകും. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്തും കണ്ണൂരും ഒക്കെ നമ്മുടെ ഹോളുകൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ എണ്ണങ്ങൾ, പേരുകളോ ഡീറ്റെയിൽസുകളോ ഒന്നുമല്ല, എണ്ണങ്ങൾ കറക്റ്റായിട്ട് പറയണം. കാരണം ഈ മാസം നമുക്ക് പിന്നെ ഒരു മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഏതെങ്കിലും ഹോള് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ആൾക്കാരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിന് മേളിൽ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കോട്ടയത്ത് പിന്നെ കൃപയാൽ ആ ഹോള് നിറഞ്ഞപ്പം നമുക്ക് താഴെ ഒരു സാവകാശം ഉണ്ടായി. എന്നാൽ കൊല്ലത്ത് നമുക്ക് അന്യഭാഷ പ്രാർത്ഥന വെച്ചപ്പോഴേക്കും 6-7 കസേര എക്സ്ട്രാ ഇട്ടതുകൊണ്ടിരിക്കാൻ പറ്റി. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ വരാതിരിപ്പാൻ കൃപയാൽ ദൈവം കൂട്ടി വരുത്തട്ടെ. എങ്കിലും നമുക്കത് മുൻകരുതൽ പോലെ എടുക്കുവാണ്. അപ്പം നമുക്ക് വലിയ ഹോളിൻ്റെ ആവശ്യം, ഓഡിറ്റോറിയത്തിൻ്റെ ആവശ്യമുണ്ടോ അതോ ചെറുത് മതിയോ എന്ന രീതി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് വരാൻ. പ്രത്യേകിച്ച് യൂട്യൂബിൽ കാണുന്നവരെ പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ച് നിങ്ങൾ പറയുക എത്ര പേര് നിങ്ങൾ വരുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് പറയുക. അതനുസരിച്ച് വേണം ഹോളുകൾ ഈ മാസം ബുക്ക് ചെയ്യാൻ. അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പിന്നെ അത് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല, പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് പറയുക. പ്രാർത്ഥനയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ സൂമിലല്ല പറയേണ്ടത്, ഗ്രൂപ്പിലേക്ക് പറയുക. ആരൊക്കെ വരുന്നുണ്ട്, എത്ര പേരുണ്ട്, നിങ്ങൾ എത്ര പേരെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്ന്. രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. യേശു അത്ഭുതങ്ങൾ ചെയ്യും, വിടുതൽ കർത്താവ് ചെയ്യും. അതുകൊണ്ട് മറക്കാതെ രോഗികളെ കൂട്ടിക്കൊണ്ട് വരിക. അവർക്ക് ഓട്ടോറിക്ഷ പിടിച്ചാലും കൊണ്ടുവരിക. യേശു അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരെല്ലാം, വേദനകളാൽ ഭാരപ്പെടുന്നവരെല്ലാം കരമെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കരമെടുത്ത് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാ. എൻ്റെ കൂടെ പറ, എനിക്ക് രോഗം അനുഭവിക്കാൻ കഴിയത്തില്ലെന്ന് പറ. എനിക്ക് വേദന അനുഭവിക്കുവാൻ കഴിയത്തില്ലെന്ന് പറ. യേശുവിൻ്റെ നാമത്തിൽ ആ കൈയെടുത്ത് വെച്ച് ആ മുറിവുകൾ എന്നേക്കുമായി ഉണങ്ങുകയാണ്. വേദനകൾ എന്നേക്കുമായി നീങ്ങുക. ഇപ്പോൾ തന്നെ കൈവച്ചോടുത്ത് യേശുവിൻ്റെ അത്ഭുതം വെളിപ്പെടുക. ഓ ജീസസ്, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ ഒരു തീ അവിടെ കത്തുക. യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിച്ചു വരിക, കേൾവി വർദ്ധിക്കുന്നു, ഊമർ സംസാരിക്കുന്നു, മരിച്ചത് ഉയർത്തെഴുന്നേറ്റ് വരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും കർത്താവ് നിറയ്ക്കുക. ഇപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടായി വരിക. ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന വേദന വേരോടെ ഇപ്പോൾ തന്നെ മാറുക. വർഷങ്ങളായി നിന്ന വേദനകൾ, വർഷങ്ങളായുള്ള രോഗങ്ങൾ,
വർഷങ്ങളായി രക്തത്തിലും എല്ലുകൾക്കും അസ്ഥികളുടെ മേലും ഞരമ്പുകളുടെ മേലും ആന്തരിക അവയവങ്ങളുടെ മേലും കൂടിയിരുന്ന ദുഷ്ടപിശാചിട്ട രോഗശക്തികളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നു ഇപ്പോൾ തന്നെ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗശക്തികളെയും രോഗത്തിന്റെ ദുരാത്മാക്കളെയും യേശുവിന്റെ അടിപ്പിണരാളാൽ ഞങ്ങൾ അതിനെ പുറത്താക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യം നടക്കുന്നു. അത്ഭുത സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ആ പ്രഷറും ഷുഗറും ഒക്കെ യേശു ക്രൂശിൽ വഹിച്ചതാ. പറയണം, എൻ്റെ പ്രഷറും ഷുഗറും ഒക്കെ ആയിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റത്തുന്നു. എനിക്ക് സുവിശേഷമായിട്ട് ഓടണം, അനേക പട്ടണങ്ങളിൽ പോകാനുള്ളതാ, രോഗമാണെന്ന് പറഞ്ഞ് ഇരിക്കുക. അതുകൊണ്ട് യേശു എന്നെ കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? കിടക്കാൻ സമയമൊന്നുമില്ല, നമുക്ക് ഓടാനേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുത വിടുതലിനെ കൽപ്പിക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, അങ്ങ് വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ, ആ വേദന ഉള്ളവര് തിരിച്ചു മറിഞ്ഞുവെക്കെ ഒന്ന് ചെക്ക് ചെയ്തേ. യേശുവിന്റെ അത്ഭുതം അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, ഇന്നലകളിൽ അനുഭവിച്ചവർ, ഇന്ന് വരെ രോഗത്തെ അനുഭവിച്ചവർ ഇന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കേ. യേശു അവിടെ അത്ഭുതം ചെയ്തിരിക്കുന്നു. ഇത് സാക്ഷ്യത്തിന്റെ സമയമാണ്. ഒരേ ആലോചന ഒരേപോലെയുള്ളവർ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പിതാവേ, ഇന്ന് അങ്ങയുടെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ്. ഈ ദിവസങ്ങളിൽ വിതയ്ക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവരെ ഇത് ഏത് രീതിയിലാണോ വിതകൾ മാറ്റിവെക്കുക. കാര്യം നമുക്ക് മുന്നോട്ട് കർത്താവിന്റെ നാമത്തിൽ വലിയ ക്രൂസൈഡുകൾ വരുന്നു. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ വിതയ്ക്കുക. കർത്താവിന്റെ നാമത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് ബ്രദറിന് കൊടുക്കുകയല്ല, ഏതെങ്കിലും സഭയ്ക്ക് കൊടുക്കുകയല്ല. മനസ്സിലൊറ്റക്കാര്യം ഞാൻ കൊടുക്കുന്നത് ദൈവവേലയ്ക്ക്. ഇതിന്റെ കണക്ക് മൊത്തം സ്വർഗത്തിലാണ്. വിതയ്ക്കുന്ന ഞാൻ കൊയ്യുക തന്നെ ചെയ്യും. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പോൾ വാരി വിതറി കൊടുക്കുവാനുള്ള നന്മയ്ക്ക് നന്ദി. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ മ്യൂട്ടുകളെ മാറ്റി, പ്രാർത്ഥന വിഷയമല്ല, സാക്ഷ്യമുള്ളവര് ഒന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു. ഒരു 4-5 മാസം, എന്റെ പേര് പവിത്രൻ എന്നാണ്, ഞാൻ തലശ്ശേരി എന്ന് വിളിക്കുന്ന. അപ്പം ഒരു 4-5 മാസം മുന്നേ ഈ ഒരു പ്രാർത്ഥനത്തിന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായിരുന്നു. ഒരു യാത്രയ്ക്ക് ഒരുങ്ങുവാനും അതേപോലെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി അനേക നന്മകളെ കൊണ്ട് സന്തോഷത്തോടെ മടങ്ങി വരും എന്നുള്ള ഒരു വാഗ്ദത്തം കർത്താവിന്റെ നാമത്തിൽ പാസ്റ്റർ പറഞ്ഞായിരുന്നു. അപ്പം അത് ഈ വരുന്ന 27-ാം തീയതി ദുബൈയിലേക്ക് പോകാൻ ഒരു വിസ വന്നിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിൽ നന്ദി. എല്ലാവരുടെയും വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരൻ പറഞ്ഞത്. അദ്ദേഹം വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മ ഒരു പ്രവചനാലോചന പറഞ്ഞു. ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് വിസയൊന്നും കയ്യിലില്ലായിരുന്നു. ഇന്നൊരു സാക്ഷ്യം പറയുവാണ്, അദ്ദേഹത്തിന് ദുബായിലേക്കുമുള്ള ഒരു വിസ തുറന്നു കിട്ടി. സഹോദരൻ, അവിടെ ചെല്ലുമ്പോൾ ഇവിടുന്ന് പറഞ്ഞു വെക്കോണം, ഞാൻ അവിടെ സ്ഥിരപ്പെടും, ഞാൻ അവിടെ നന്മ കാണും, ഞാൻ ആ രാജ്യത്ത് എന്റെ ദൈവം എന്നെ അയക്കുന്നത് കൊണ്ട് ഞാൻ ഫലം കായ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കോണം. ഇത് പ്രവചന നിവൃത്തിയാണ്. ദൈവം പറഞ്ഞ ആലോചനയുടെ നിവൃത്തിയാണ്. ധൈര്യമായിട്ട് പോയി നന്മ പ്രാപിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. കഴിഞ്ഞ മാസം 23rd ബ്രദർ ഒരു ആലോചന ഈ ഭവനത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു മൊമന്റോ ഇരിക്കുന്ന ഭവനം. അതൊരു പിന്നെ ഓവൽ ഷേപ്പില് നീണ്ടു കൂർത്തിട്ട് തടിയിൽ തീർത്ത വലിയൊരു മൊമന്റോ ആണ്. അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കൊടുത്ത ആളിന്റെ റിസീവ് ചെയ്തതിന്റെ. അപ്പൊ നിശാങ്ക് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി എന്റെ മോക്ക് വേസ്റ്റ് മാനേജ്മെന്റിന് കൊടുത്ത ഒരു മൊമന്റോ ആയിരുന്നു. ബ്രദർ ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞായിരുന്നു ജോർജിന്റെ ഭവനമാണെന്ന്. അപ്പൊ ഞാനത് ഏറ്റെടുത്തായിരുന്നു. അന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഒരു ദൈവിക പ്രവൃത്തി ആ ഭവനത്തിൽ നടക്കുമെന്ന് ബ്രദർ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നലെ മോള് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചൊരു സ്കൂട്ടർ ആക്സിഡന്റ് പറ്റി. ചെറിയ ചെറിയ പരുക്കുകളോടെ, അത് ദൈവാധീനം എന്ന് പറഞ്ഞാല് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വേറെ വണ്ടികളൊന്നും വരുന്നില്ലായിരുന്നു. ബ്രേക്ക് പോയായിരുന്നു വണ്ടിയുടെ. അങ്ങനെ ദൈവം ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തു. കുഞ്ഞിന് വലിയ ആപത്തൊന്നും കൂടാതെ വളരെ ദൈവം രക്ഷപ്പെടുത്തി. എനിക്ക് തോന്നുന്നൊരു അനർത്ഥം വിട്ടുമാറുന്നു എന്ന് പറഞ്ഞല്ലേ? അനർത്ഥം വിട്ടുമാറുന്നു എന്നാണ്. ഓ ജീസസ്. കണ്ട കർത്താവിന്റെ കരുതൽ കണ്ടോ നിങ്ങൾ? ആ മകളുടെ വിഷയങ്ങൾ ഈ പറഞ്ഞ പോലെ വീടിന്റെ അടയാളങ്ങളെ തമ്പുരാൻ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു. ആ മോളുമായിട്ട് മേടിച്ച ആളുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, ജോർജിന്റെ ഭവനമാന്ന് പറഞ്ഞു. ഇന്ന് നോക്കിക്കുക, സഹോദരി വണ്ടി ഓടിച്ചോണ്ടപ്പോ എന്റെ ബ്രേക്ക് പൊട്ടിപ്പോയി, ബ്രേക്ക് വിട്ടുപോയി, വലിയൊരു ആക്സിഡന്റ്. അനർത്ഥം വരേണ്ട സ്ഥാനത്ത് വചനം പറഞ്ഞ അനർത്ഥം വ്യസനമായി തീരാതെ വണ്ണം ദൈവം കാത്തു. ഇപ്പൊ മുന്നമ്മേ തമ്പുരാൻ അറിയിച്ചു, ഇന്നൊരു വിലാപ ഭവനമാകേണ്ട സ്ഥാനത്ത്
തമ്പുരാൻ ഇന്ന് നമുക്ക് മുൻകരുതൽ, നമ്മൾ ചില കാര്യങ്ങൾ തമ്പുരാൻ വെളിപ്പെടുത്തുമ്പം ഇതാ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചോണം. തമ്പുരാൻ ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ ഏറ്റെടുത്തോളം പറഞ്ഞ കാര്യം ഇതാണ്. അതിൻ്റെ അകത്തൊരു കരുതലുണ്ട്. തമ്പുരാൻ സൂക്ഷിച്ചു. ഇന്ന് അനർത്ഥമായി, പ്രത്യേകിച്ച് ഇന്ന് പട്ടണത്തിന്റെ അകത്ത് ദുഃഖമാകേണ്ട സ്ഥാനത്ത് തമ്പുരാൻ സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സ്ട്രേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു സ്ട്രേ. ഒരാഴ്ച എനിക്ക് നെഞ്ചിനകത്ത് ഭയങ്കര വിമ്മിഷ്ടം, നടക്കുമ്പോഴൊക്കെ വിമ്മിഷ്ടമായിരുന്നു. ഞാൻ 2-3 ദിവസം കൊണ്ട് ഈ പ്രാർത്ഥനയിലൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്ന് എനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം പ്രാർത്ഥന തരണം, ഞാൻ അപ്പോൾ സാക്ഷ്യമായി നിൽക്കുമെന്ന് പറഞ്ഞു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ എനിക്ക് പൂർണ്ണമായ ദൈവയുടെ യേശുപ്പച്ചൻ വിടുതൽ തന്നു. ബ്രദറിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു ബ്രദർ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 14 ജനിച്ച കാര്യം പറഞ്ഞായിരുന്നു, ഒരു വിടുതലിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ ക്യാൻസർ ആയിട്ട് ഒരു ഭയങ്കര മോചനം കിട്ടിയതാണ്. ഇപ്പൊ എനിക്ക് ഞാൻ ഇത് പറഞ്ഞായിരുന്നു ബ്രദറിനോട്, എനിക്ക് ഭയങ്കര വിടുതൽ കിട്ടിയതാന്നുള്ള കാര്യം അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. എനിക്ക് ഡിസംബർ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു ബ്രദർ. പക്ഷെ അന്ന് കഴിഞ്ഞ ദിവസം ബ്രദർ സൗഖ്യത്തിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. അന്നേരം ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റിയില്ല. അന്നേരം എനിക്ക് പനിയായിട്ട് സംസാരിക്കാൻ പോലും വയ്യാതെ നിൽക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് പനിയെല്ലാം കുറഞ്ഞു, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ എനിക്ക് വലിയൊരു വിജയം, വലിയൊരു സൗഖ്യം ദൈവം തന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഓ യേശുവെ കൊടുത്ത അത്ഭുത വിടുതലിന് നന്ദി. പ്രിയമാ കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ വിടുതലിനായി സ്തുതി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സാക്ഷ്യം പറയാൻ ഞാൻ നിൽക്കുന്ന അമ്മയ്ക്ക് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഛർദിയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച ഛർദി കുറഞ്ഞു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കര കിടുകിടാന്ന് വിറയ്ക്കുമായിരുന്നു. അന്നേരം ഞാൻ തലയിൽ കൈവച്ച് യേശുവിന്റെ അടിപ്പനൊരു ആ സൗഖ്യം തന്നതിന് ഓർത്ത് സ്തോത്രം പറഞ്ഞ് അത് പൂർണ്ണമായിട്ട് മാറി അമ്മ ഇപ്പൊ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു, കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങുന്നു. നന്ദി കർത്താവേ. കൊടുത്ത അത്ഭുത വിടുതലിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. ഇനി ഉപയോഗിക്കട്ടെ ശക്തമായിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. ഹലോ പറഞ്ഞു ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു ബ്രദറെ, കഴിഞ്ഞ വർഷം ഓഗസ്റ്റിന് ബ്രദർ ഒരു ദൂത് പറഞ്ഞായിരുന്നു. ഒരു ഭവനത്തില് ഒരു ട്രിനിറ്റി എന്ന് എഴുതിയ ഒരു പേപ്പറുകൾ, ബുക്ക്ലെറ്റ് എന്തോ ഒന്നുണ്ട്. ആ ഭവനത്തിലെ ഒരു തലമുറയെ യേശു ക്രിസ്തുവിൽ വലിയവനാക്കാൻ പോകുന്നു എന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. ബ്രദറെ, അത് ഞാനായിരുന്നു അന്നേരം ഒരു ട്രിനിറ്റിയുടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രദർ അത് പറഞ്ഞത്. ഞാൻ അന്ന് അത് ഏറ്റെടുത്തായിരുന്നു. എന്റെ മകൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു ബ്രദറെ. ഇന്നലെ അതിന്റെ ഡെഡിക്കേഷനും പ്രാർത്ഥനയും എല്ലാമായിരുന്നു. ഞാൻ ബ്രദറിന് അതിന് താങ്ക്സ് പറയുന്നു. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. നന്ദി കർത്താവ്. എങ്ങത്ത് ഓർന്ന എല്ലാ വഴിക്കുമായി നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിൽ പ്രയോജനപ്പെട്ട് അധികമായി ഉപയോഗിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ ഒരു ജോർജിന്റെ ഭവനത്തെ പറ്റി. എന്റെ ഹസ്ബൻഡിന്റെ പേര് തോമസ് ജോർജ്. പുള്ളി 1.5 വർഷമായിട്ട് ഇപ്പം ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് ഇതായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ മോള് ഡിസംബർ, എനിക്കത് ഏറ്റെടുക്കാമോ? ഏറ്റെടുത്തു സിസ്റ്ററെ. ഒരേ ആലോചന വരുമ്പോൾ ഒരേപോലെ വരുമ്പോൾ സ്വീകരിച്ചോണം കേട്ടോ. വീടിന്റെ അടയാളം അങ്ങനെയാണോ സിസ്റ്ററെ? ഈ പറഞ്ഞ പോലെ അടയാളം അതെ, ഗ്രില്ലുണ്ട്. ഗ്രില്ല് തുറന്നു വരുന്നതാണ് ഹാളിലോട്ട്. സ്വീകരിച്ചോ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. ഒരേ അടയാളം ഉള്ളവർ സ്വീകരിച്ചോ കേട്ടോ. ആ സംസാരശേഷിയും ആയിട്ടില്ല ഹസ്ബൻഡിന്. പ്രാർത്ഥിച്ചോ. കർത്താവ് അത്ഭുതം ചെയ്യും കേട്ടോ. യേശുവിന്റെ അത്ഭുതം അവിടെ വെളിപ്പെടും. കൈവച്ച് പറഞ്ഞോണം, കർത്താവ് എന്റെ ഭവനത്തെ തൊട്ടിരിക്കുന്നു പറഞ്ഞോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പക്ഷേ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അവനോട് പറഞ്ഞായിരുന്നു ഡിസംബറിൽ ഒരു അത്ഭുതം കാണുമെന്ന്. കുഞ്ഞുങ്ങളില്ലാതെ 4-5 വർഷമായിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം സാക്ഷി പറഞ്ഞു 3 മാസം പ്രഗ്നന്റ് ആണെന്ന്. എനിക്ക് പറഞ്ഞു നമ്മൾ എന്നാ വീട്ടിൽ വന്നപ്പോ കണ്ട സഹോദരിയാണോ?
അതെ അതെ ഓ, അത് വലിയൊരു സാക്ഷ്യമാണ്. എനിക്ക് തോന്നുന്നു ദൈവം ആ ഫലം കായ്ക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞല്ലേ? അതെ അതെ അതെ. എനിക്ക് തോന്നുന്ന പ്രിയാന്റെ ഡിസംബറിൽ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു. ആ ഡിസംബറിൽ കാണുമെന്ന് ഓ, പറഞ്ഞു. അത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയാന്റെ വീട്ടിൽ സ്തോത്രം. പോയ സമയത്ത് പ്രത്യേകിച്ച് അവിടെ വെച്ചാ സൗകര്യം നമ്മൾ കാണുന്നല്ലേ, അതെ യാദൃശികമായിട്ട് അതെ വന്നതും അതെ അതെ. വലിയൊരു സാക്ഷ്യമാണ്. ഇന്ന് തമ്പുരാൻ അതെ ഇടപെട്ട് അതെ ഡിസംബറിൽ ഒരു അത്ഭുതം കാണുമെന്ന് പറഞ്ഞു. ഇന്ന് മകള് അതെ പ്രഗ്നന്റ് ആയി. 4 വർഷമായിട്ട് തലമുറ ഇല്ലാതിരുന്നല്ലേ? അതെ അതെ. ഓ, ദൈവം തൊട്ട കൃപയ്ക്ക് നന്ദി. ദൈവം ഉണ്ടാവുന്നുണ്ടായിരുന്നു, പക്ഷെ 2-3 മാസം ആകുമ്പോഴത്തേനും ഇങ്ങനെ പോവുമായിരുന്നു. ഓ, ഇന്ന് ആ അത് കെട്ട് 2-3 തമ്പുരാൻ പൊട്ടിച്ചു. പ്രാവശ്യം അങ്ങനെ പോയി. അത് നന്മ കായ്ക്കാതിരിക്കുന്ന അവസ്ഥയായിരുന്നു അല്ലേ? അബോഷനായി അതെ പോകുന്ന ഒരു അതെ അതെ അവസ്ഥയായിരുന്നു. ഓ അതെ അതെ ജീസസ്, അതെ അതെ അതെ. തമ്പുരാൻ തൊട്ടല്ലോ. പ്രത്യേകം ആ, പ്രാർത്ഥിക്കണ പക്ഷേ. തീർച്ചയായിട്ടും ദൈവം അത്ഭുതമായത് അവരെ പ്രാർത്ഥനയിൽ ബലപ്പെട്ടോളാൻ പറഞ്ഞു കേട്ടോ. സ്തോത്രം. ഓ, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ ഓക്കെ നാമത്തിൽ തന്നെ ഓക്കെ. ആമേൻ. ദൈവം കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ. ഓക്കെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ഹലോ ബ്രദറെ. ബ്രദറെ, പറഞ്ഞു. എനിക്കൊരു നെഞ്ചുവേദന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു 3-4 ദിവസത്തിന് മുമ്പ്. അപ്പോൾ പുറത്ത് അത്യാവശ്യം ഒരു വക്കീലിനെ കാണാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ വിഷമിച്ചു. അപ്പം നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ്. 5 മിനിറ്റ് കൊണ്ട് ആ നെഞ്ചുവേദന കംപ്ലീറ്റ് മാറിപ്പോയി. നന്ദി യേശു. ഭയങ്കര ഒരു ദൈവമേ, അങ്ങ് തൊട്ട പിന്നെ കൃപയ്ക്ക് ഒത്തിരി തന്നെ. ദൈവത്തിന് ജീവനോടെ ഇരുന്ന് തന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവാനുള്ള പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിലും ദൈവത്തിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. അനേകർക്ക് ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. വീണ്ടും കൊണ്ട് ബ്രദറെ ഒരു അത്ഭുതം കൂടെ. എന്റെ മോന് സ്കൂട്ടറിൽ നിന്ന് വീണു, പക്ഷെ ആ മോനൊന്നും പറ്റിയിട്ടില്ല. സ്കൂട്ടറിന്റെ ഒരു ചെറിയ പോറലല്ലാതെ കർത്താവ് മോനെ കാത്തു, ഒരു അബദ്ധം കൂടാതെ. നന്ദി യേശു. അവനെ പരിപാലിച്ച ദൈവത്തിന്റെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ ഹലോ ബ്രദറെ. പറഞ്ഞു പറഞ്ഞു. മൂത്ത മോന് ആൽബിന്, അവനെ കഴിഞ്ഞ ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഈ പ്രേയർ പോകുന്ന ടൈമിൽ തന്നെ മോന് ബാത്റൂമിൽ പോയതാ ബ്രദറെ. അവൻ അവിടെ എങ്ങനെയോ ബാത്റൂമിൽ തെന്നി വീണ ഭിത്തിയെ തന്ന് തല ഇടിച്ച് അവൻ വീണു ബ്രദറെ. പക്ഷെ ദൈവം ഒരു പോറൽ പോലും കൂടാതെ ദൈവം കുഞ്ഞിനെ കാത്തു ബ്രദറെ. ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു ബ്രദറെ. നന്ദി യേശുവെ. അങ്ങ് വിടിവിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അനർത്ഥത്തെ ദൈവം മാറ്റിവിട്ടതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് വിശ്വസ്തൻ. ആമേൻ. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള കർത്താവിന്റെ സുവിശേഷ ചെയ്യുന്ന സഹോദരങ്ങൾ, നോർത്ത് ഇന്ത്യ മാത്രം ലോകമെമ്പാടും സുവിശേഷർക്ക് വിരോധമായി പൊങ്ങുന്ന സകല കാര്യങ്ങളും നിയമങ്ങളും തകർന്നു മാറേണ്ടതിന് ദൈവമക്കൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അന്യഭാഷ ഉള്ളവരെല്ലാം അന്യഭാഷയിലും പ്രാർത്ഥിക്കണം. നിങ്ങൾ ആത്മാവിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരാകണം. ഇന്ന് അതിന് വിരോധമായ നിയമങ്ങൾ വ്യക്തികളുടെ കരങ്ങളെ യേശു തൊട്ട് ആ കരങ്ങൾ അനുകൂലമായി വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം. ഈ ദിവസം നിർബന്ധമായി ഒരു ഉള്ളത്തിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ ഫാമിലി, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, മിഷണറി പ്രവർത്തനങ്ങളൊക്കെ സഭാവ്യത്യാസമില്ലാതെ ഏത് സഭയെ നോക്കിയിട്ടല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. സുവിശേഷ വേല ചെയ്യുന്നവരാണ്. അവരൊക്കെ ഓർത്ത് നിങ്ങൾ ശക്തമായി പ്രാർത്ഥനയിൽ പോരാടണം. കർത്താവ് ദേശത്തെ സന്ദർശിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. ഇനി മുന്നോട്ടുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നീട് കേൾക്കാം. കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പിന്നെയും നമ്മുടെ പ്രാർത്ഥനകളെ മുന്നോട്ട് പോകുന്നല്ലോ. പ്രയർ സ്റ്റേഷനുകളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇപ്പം 24-ാം തീയതി പ്രാർത്ഥനയോടെ തന്നെ കൊല്ലത്ത് മീറ്റിങ്ങിന് വരിക. 28-ാം തീയതി കോട്ടയത്ത് പ്രാർത്ഥന നടക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അന്യഭാഷാ പ്രാർത്ഥനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എങ്കിലും അന്യഭാഷാ ദൈവം വിടുതലിന്റെ ദൈവമാണല്ലോ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ദൈവം സൗഖ്യത്തിന്റെ ദൈവമാണല്ലോ. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അവൻ നാനാവ്യാധികളാൽ അലഞ്ഞവരെ സൗഖ്യമാക്കി. എൻ്റെ യേശുവിന് കരുണയുണ്ട്. നമ്മുടെ വേദനകളിൽ കർത്താവിന് കരുണയുണ്ട്. നമ്മുടെ രോഗത്തിൽ നമ്മുടെ കരുണയുണ്ട്. നമ്മുടെ പ്രതിസന്ധിയിൽ, നമ്മുടെ ബന്ധനങ്ങളിൽ നമ്മളെ വിടുവിക്കുവാൻ യേശുവിന് കരുണയുണ്ട്. ആ ദൈവം നമ്മളെ സഹായിക്കും. ഗോഡ് ബ്ലസ് യു പ്രിയരെ. നമുക്ക് നാളെ പിന്നെയും ഒരുമിച്ച് പ്രാർത്ഥനയിൽ ബലപ്പെടാം. നമുക്ക് ഒരുമിച്ച് ദൈവ